ജീവനും ജീവിതവും എന്ന പഠന പരമ്പരയിലെ 147ാമത്തെ സെഷനിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. എന്നത്തെയും പോലെ ഇന്നും വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് നമുക്ക് പഠിക്കാനും ചർച്ച ചെയ്യാനും നമ്മുടെ മുൻപിലുള്ളത്. നമ്മള് മനസ്സിലാക്കിയതുപോലെ വിശ്വാസവും സുഹൃത്ത് ബന്ധങ്ങളും എന്ന ഒരു വിഷയമാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. നമ്മൾ സാധാരണ സൗഹൃദത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു ചിന്തയുണ്ട്, അല്ലെങ്കിൽ ആദ്യം വരുന്ന ഒരു ചൊല്ലുണ്ട്, ഷോ മീ യുവർ ഫ്രണ്ട്സ്, ഐ വിൽ ഷോ യു ഹൂ യു ആർ ആൻഡ് യുവർ ഫ്യൂച്ചർ എന്നാണ്. നിങ്ങളുടെ സുഹൃത്ത് ആരാണെന്ന് എന്നോട് പറയുക, നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ ഭാവി എന്തായിത്തീരുമെന്നും ഞാൻ നിങ്ങളോട് പറയാം എന്നാണ് അതിന്റെ അർത്ഥം. നമ്മുടെ സ്വഭാവ രൂപീകരണത്തില്, നമ്മുടെ വ്യക്തിത്വ രൂപീകരണത്തില് ഒക്കെ സൗഹൃദത്തിനുള്ള പങ്ക് എത്രയാണ് എന്നുള്ളത് നമുക്ക് ഈ വാക്കുകളിൽ നമുക്ക് വളരെ വ്യക്തമാണ്. ഇതിന് സമാനമായ ഒരു വാക്യം നമ്മൾ സദൃശവാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സദൃശവാക്യം 13-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ജ്ഞാനികളോട് കൂടെ നടക്ക, നീയും ജ്ഞാനിയാകും, ഭോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും എന്നാണ് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ പല വിധത്തിലുള്ള ധാരാളം സൗഹൃദങ്ങളെ കുറിച്ച് നമുക്ക് ദൈവവചനത്തിൽ വായിക്കാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന പേര് പ്രാപിച്ച ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നത് അബ്രഹാമിനെ കുറിച്ചാണ് പറയുന്നത്. മാത്രമല്ല മറ്റ് പല തരത്തിലുള്ള സൗഹൃദങ്ങള്, ബന്ധങ്ങള് ഒക്കെ നമുക്ക് ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അല്ല, ഏറ്റവും പ്രസിദ്ധമായ ഒരു രണ്ട് സുഹൃത്തുക്കളെ നമ്മൾ ദൈവവചനത്തിൽ കണ്ടുമുട്ടുന്നത് ദാവീദും ജോനാഥനുമാണ്. അതുപോലെ ദാവീദും അബ്യാഥാറും, അല്ലെ, പുരോഹിതനായിട്ടുള്ള അബ്യാഥാറും ഒക്കെ അവര് വളരെ സുഹൃത്തുക്കളായിരുന്നു എന്നൊക്കെ നമ്മൾ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ സമപ്രായക്കാർക്കിടയിലെ സൗഹൃദങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ദാവീദും ജോനാഥനും നമ്മളോട് പറയുമ്പോൾ, വ്യത്യസ്ത പ്രായക്കാർ തമ്മിലുള്ള സൗഹൃദം അതെങ്ങനെയാണ് എന്നുള്ളത് റൂത്തിന്റെ നവോമിയുടെയും ജീവിതത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അവര് മരുമകളും അമ്മായിയമ്മയായിരുന്നു, പക്ഷെ അവർ തമ്മിലുള്ള സൗഹൃദം അവരുടെ വാക്കുകൾക്കിടയിൽ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഇയ്യോബിനെ കുറിച്ചും ഇയ്യോബിന്റെ സുഹൃത്തുക്കളെ കുറിച്ചും ഒക്കെ നമ്മൾ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഈ സൗഹൃദം എന്ന് പറയുന്നത് ദൈവവചനത്തിന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പല സൗഹൃദങ്ങളെ കുറിച്ചും നമ്മൾ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വിശ്വാസവും നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളും എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിന്റെ സാധ്യത, അതിന്റെ പരിമിതി, അങ്ങനെയുള്ള ഒത്തിരി വിഷയങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ജീവനും ജീവിതവും എന്ന ഈ പ്രോഗ്രാമിന്റെ 147ാം സെഷനിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ വളരെ സന്തോഷത്തോടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ വിഷയത്തെക്കുറിച്ചുള്ള അവതരണം ആ നിലയിൽ ഒരു ഇൻട്രഡക്ഷൻ നൽകി കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഒരുമിച്ചുള്ള ഈ പഠനവും ചിന്തയും പ്രധാനമായിട്ടും പുറകെ വരുന്ന ചർച്ചയും നമുക്ക് എല്ലാവർക്കും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ശുശ്രൂഷയിലും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാനും പ്രാർത്ഥിക്കുന്നു, ആ നിലയിൽ ആശംസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ആ നിലയിൽ ഇന്നത്തെ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കാം. വിശ്വാസവും സുഹൃത്ത് ബന്ധങ്ങളും, ഫെയ്ത്ത് ആൻഡ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരു വശത്ത് അതിൻ്റെ തിയററ്റിക്കൽ ഇമ്പോർട്ടൻസ് നമുക്ക് വളരെ അറിയാവുന്നവരാണ് ഈ മീറ്റിങ്ങിലുള്ളത്. എന്നാൽ പ്രായോഗികമായിട്ട് അത് എത്രത്തോളം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരമാണ്. മാത്രമല്ല, ക്രിസ്തു വിശ്വാസികൾ എന്ന നിലയിൽ സുഹൃത്ത് ബന്ധങ്ങൾ യഥാർത്ഥമായിട്ട് അത് പാലിക്കുവാൻ അല്ലെങ്കിൽ അത് സൂക്ഷിക്കുവാൻ ഏറ്റവും സാധ്യതയുള്ളത്, വളരെ സാധ്യതയുണ്ട് നമുക്ക് എന്നുള്ളത് പ്രത്യേകം ഓർക്കാം. എന്നാൽ അതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ട്. മാത്രമല്ല അതിന് ചില പരിധികൾ അല്ലെങ്കിൽ പരിമിതികളൊക്കെ ഉണ്ട്. നമുക്കത് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. മാത്രമല്ല ഈ സുഹൃത്ത് വിശ്വാസത്തെക്കുറിച്ചും സുഹൃത്ത് ബന്ധത്തെക്കുറിച്ചും നമുക്ക് ചില കാര്യങ്ങൾ നോക്കുമ്പോൾ, വിശ്വാസികളുടെ മധ്യത്തിൽ വിശ്വാസികൾ തമ്മിലുള്ള സുഹൃത്ത് ബന്ധമുണ്ട്. എന്നാൽ വിശ്വാസികൾ ലോകത്തിലുള്ള മറ്റ് അവിശ്വാസികളുമായിട്ടുള്ള ബന്ധമുണ്ട്. ഇത് രണ്ടും നമ്മൾ പരിശോധിക്കേണ്ട ആവശ്യം തന്നെയുണ്ട് എന്നുള്ളത് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പോൾ പരിമിതമായ സമയത്തിനുള്ളിൽ നമുക്ക് ഇത് ഏറ്റവും ഫലകരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു.
ഇപ്പോൾ വിശ്വാസവും സുഹൃത്ത് ബന്ധവും എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഉദ്ദേശിക്കുന്നത് ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്, പരിശോധിക്കുന്നത്. എന്നാൽ സുഹൃത്ത് ബന്ധങ്ങൾ, അതിൽ സൗഹൃദങ്ങൾ വിശ്വാസികളുടെ ഇടയിൽ മാത്രമല്ല, നമുക്കറിയാം എല്ലാ മനുഷ്യരുടെ ഇടയിൽ വിശ്വാസികള്, മറ്റ് വിശ്വാസങ്ങളിലുള്ളവര്, ക്രിസ്തു വിശ്വാസത്തിലുള്ളവര്, ഇതര വിശ്വാസങ്ങളിലുള്ളവര്, ഒരു വിശ്വാസവും ഇല്ലാത്തവരും അവരുടെ ഇടയിലും നല്ല സുഹൃത്ത് ബന്ധങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഇത് ചിന്തിക്കുന്നതിന് നമ്മുടെ വിശ്വാസവുമായിട്ട് ചില കാര്യങ്ങൾ, പ്രമാണങ്ങൾ നമുക്ക് അറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യേണ്ടതായിട്ട് വരുന്നത് ഞാൻ വിചാരിക്കുകയാണ്. സാധാരണക്കാരായ സാമുദായിക ക്രിസ്തു വിശ്വാസികളെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടുവാൻ അങ്ങനെ ആവശ്യമില്ലാതെ തന്നെ വളരെ ചേർത്ത് കൊണ്ടുപോകാൻ കഴിയുന്ന കാര്യമാണ് വിശ്വാസവും സുഹൃത്ത് ബന്ധങ്ങളും എന്ന് ഞാൻ വിചാരിക്കുന്നു. അവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യം തന്നെ ഇല്ല. ക്രിസ്തു വിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് സൗഹൃദങ്ങൾ സൂക്ഷിക്കുന്നതിന് അവർക്ക് അങ്ങനെ പരിമിതികളോ പ്രമാണങ്ങളോ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ. എന്നാൽ യേശു ക്രിസ്തുവിനെ ഏകരക്ഷകനും കർത്താവുമായി വ്യക്തിപരമായി സ്വീകരിച്ച് ദൈവവചന പ്രകാരമുള്ള ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് വന്നവരായ നമ്മുടെ മധ്യത്തിൽ ശരിയായ നിലയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതായ ഒരു വിഷയം തന്നെയാണ് വിശ്വാസവും സുഹൃത്ത് ബന്ധങ്ങളും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ അതിനോട് യോജിക്കുമെന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ക്രിസ്തീയ വിശ്വാസം, അതുപോലെ സൗഹൃദങ്ങൾ, നമ്മൾ അതുകൊണ്ട് എന്താണ് വിവക്ഷിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. ക്രിസ്തു വിശ്വാസം എന്നതുകൊണ്ട്, ഇല്ലെങ്കിൽ വിശ്വാസം എന്നതുകൊണ്ട് നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത്? അടിസ്ഥാനപരമായി ചില ഘടകങ്ങൾ നമുക്ക് അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഈ സുഹൃത്ത് ബന്ധങ്ങൾ എങ്ങനെ സൂക്ഷിക്കാം, എത്രത്തോളം സൂക്ഷിക്കാം, സ്ഥാപിക്കാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന ഒരു കാര്യം, നമ്മുടെ വിശ്വാസത്തിനും ജീവിതത്തിനും ആധാരമായ ഏക വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നത് ബൈബിളാണ്. നമ്മളെ സംബന്ധിച്ച് പല പുസ്തകങ്ങളില്ല. വി ആർ ദ പീപ്പിൾ ഓഫ് ദ ബുക്ക് എന്ന് നമ്മൾ പറയുമ്പോൾ ബൈബിളിനെ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിനും ജീവിതത്തിനും ആധാരമായ ഏക വിശുദ്ധ ഗ്രന്ഥമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത് ബൈബിളാണ് എന്നുള്ളത് നമുക്കറിയാം. രണ്ടാമത്, ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച, ഇല്ലെങ്കിൽ ആകാശവും ഭൂമിയും അതിലുള്ള സകല മനുഷ്യരെയും സൃഷ്ടിച്ച ഏക ദൈവം, ആ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്, ആ ഏക ദൈവത്തിൽ 3 ആളത്വങ്ങൾ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇങ്ങനെ ത്രിയേക ദൈവം, നമ്മൾ ആ ദൈവത്തിൽ നാം വിശ്വസിക്കുന്നു എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽപ്പെട്ട കാര്യം തന്നെയാണ്. നാലാമതായിട്ട് നമുക്ക് പറയാവുന്നത്, മാനവകുലത്തിന് ഏക രക്ഷകൻ ദൈവപുത്രനായ യേശു ക്രിസ്തു മാത്രം എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിന്റെ വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. അഞ്ചാമത് നമുക്ക് പറയാൻ കഴിയും, രക്ഷിക്കപ്പെടുന്നവരുടെ കൂട്ടമായ സഭ, അത് സഭ ഏകമാണ്. യേശു ക്രിസ്തുവിൻ സ്ഥാപിച്ച സഭ, ആ സഭ ഏകമാണ് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് പല സഭകളില്ല, ക്രിസ്തുവിന്റെ സഭ ഏകമാണ് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളിൽ നമ്മൾ വളരെ എക്സ്ക്ലൂസീവായിട്ട് പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ അടിസ്ഥാന വിശ്വാസ വിഷയങ്ങളിൽ, ഘടകങ്ങളിൽ, നമ്മുടെ വിശ്വാസത്തിന്റെ ഘടകങ്ങളിൽ നമുക്കൊരിക്കലും അങ്ങനെ കോംപ്രമൈസ് ചെയ്യാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് ഒരു സൈഡിൽ കൂടെ അതൊരു സാധ്യതയാണ്, എന്നാൽ അത് വലിയൊരു വെല്ലുവിളിയുമാണ്. ഈ അടിസ്ഥാന വിശ്വാസം നമ്മൾ സൂക്ഷിക്കുമ്പോൾ തന്നെ എങ്ങനെ നല്ല സൗഹൃദങ്ങൾ നമുക്ക് സ്ഥാപിക്കാൻ കഴിയും, അത് പുലർത്തുവാനായിട്ട്, സൂക്ഷിക്കുവാനായിട്ട് കഴിയും എന്നുള്ളതായിരിക്കും നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ചർച്ചാ വിഷയം. നമ്മൾ അങ്ങനെ വിശ്വാസത്തെക്കുറിച്ച് ഏകദേശം ഒന്ന് നിർവചിച്ചു എന്ന് വേണേൽ പറയാം, അല്ലെങ്കിൽ നമ്മളൊന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഇനി രണ്ടാമത് സുഹൃത്ത് ബന്ധങ്ങൾ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആണ്, അല്ലേ? ഈ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് നമ്മൾ സൗഹൃദം എന്ന് പറയുമ്പോൾ എന്താണ് വിവക്ഷിക്കുന്നത് എന്നുള്ളത് രണ്ടാമതായിട്ട്, നമ്മൾ വിശ്വാസം കൊണ്ട് എന്താണ് വിവക്ഷിക്കുന്നത് എന്ന് പറഞ്ഞു. ഇനി സുഹൃത്ത് ബന്ധങ്ങൾ അല്ലെങ്കിൽ സൗഹൃദങ്ങൾ എന്നുള്ളത് കൊണ്ട് എന്താണ് വിവക്ഷിക്കുന്നത്? നമ്മൾ പറയുന്ന ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് കഴിയും, സുഹൃത്ത് ബന്ധങ്ങൾ അല്ലെങ്കിൽ സൗഹൃദം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തികൾ തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം, അതിനെയാണ് സൗഹൃദം എന്ന് നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വിവക്ഷിക്കുന്നത്. ഫ്രണ്ട്ഷിപ്പ് ഈസ് എ റിലേഷൻഷിപ്പ് ഓഫ് മ്യൂച്വൽ അഫെക്ഷൻ ബിറ്റ്വീൻ പീപ്പിൾ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. വെറുതെ ഒരു പരിചയം, അക്വൈൻറ്റൻസിന് അല്ലെ പരിചയങ്ങൾക്ക് നമ്മൾ അങ്ങനെ സൗഹൃദം ഇല്ലല്ലേ ഫ്രണ്ട്ഷിപ്പ് എന്ന് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പിനെയാണ്, ആ റിലേഷൻഷിപ്പ് ഈസ് ഓഫ് മ്യൂച്വൽ അഫെക്ഷൻ എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. അതുകൂടാതെ ഇറ്റ്സ് എ സ്ട്രോങ്ങർ ഫോം ഓഫ് ഇന്റർപേഴ്സണൽ ബോണ്ട് ദാൻ ആൻ അക്വൈൻറ്റൻസ് ഓർ ആൻ അസോസിയേഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും.
ഇപ്പൊ നമ്മൾ അക്വൈൻറ്റൻസ് അല്ലെങ്കിൽ അസോസിയേഷൻ എന്ന് പറയുന്നത് പല തരത്തിലുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്കായാലും ജോലി ചെയ്യുന്നവർക്കായാലും അവരുടെ ജോലി മേഖലയിൽ അല്ലെങ്കിൽ പഠന സ്ഥലത്ത് ക്ലാസ്മേറ്റ്സ്, നെയ്ബേഴ്സ്, കോവർക്കേഴ്സ്, കൊളീഗ്സ്, ഇങ്ങനെ നമ്മളൊരു പ്രദേശത്ത് താമസിക്കുമ്പോൾ നമുക്ക് അവിടെ അയൽക്കാരുണ്ട്, നെയ്ബേഴ്സ് ഉണ്ട്. അപ്പൊ അവരുമൊക്കെ ആയിട്ടുള്ള സാമാന്യമായ ഒരു ബന്ധത്തിന് ഒരിക്കലും നമ്മൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നില്ല. അത് അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ബന്ധം, ഇല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് സ്വാഭാവികമായിട്ട് വന്നു ചേർന്ന ഒന്നാണ് അത്. അതിനെ നമ്മൾ അങ്ങനെ വലിയൊരു അക്വൈനൻസ് ഇല്ല, പരിചയമുണ്ട്. ഞങ്ങളുടെ അയൽക്കാരുമായിട്ട് ഞങ്ങൾക്ക് നല്ല പരിചയത്തിലാണ് എന്ന് പറയാം. കൂട്ടുകാരും ഒക്കെ ആയിട്ട്, ക്ലാസ്മേറ്റ്സും ഒക്കെ ആയിട്ട് നല്ല എല്ലാവരെയും പരിചയമുണ്ട് പറയാം. ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ളവരെ നമുക്ക് നല്ല പരിചയമുണ്ട്. കൊളീഗ്സിനെ ഇല്ലെങ്കിൽ കോവർക്കേഴ്സിനെ ഇല്ലെങ്കിൽ സഹപ്രവർത്തകരെ നമുക്കറിയാം, നല്ല പരിചയമുണ്ട്. എന്നാൽ അതുകൊണ്ട് നമ്മളത് നല്ല ബന്ധം ഉണ്ട് ഇല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് എന്ന് അർത്ഥമാകുന്നില്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ വിശ്വാസം എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നു, സൗഹൃദം അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങൾ എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യമേ ഒന്ന് ഡിഫൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്തത്. ഈ ഒരു ഡെഫിനിഷന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളെ കുറിച്ച് പറയാനായിട്ട് തുടങ്ങുന്നത്. അപ്പോൾ വ്യക്തികൾ തമ്മിലുള്ള ഊഷ്മളമായ ബന്ധങ്ങളെയാണ് സൗഹൃദം എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണെന്ന് നമുക്കറിയാം. സമൂഹ ജീവി എന്ന നിലയ്ക്ക് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും നമുക്ക് പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ടാണ് മനുഷ്യര് സ്വാഭാവികമായിട്ട് നല്ല ബന്ധങ്ങളിലേക്ക്, സൗഹൃദങ്ങളിലേക്ക് പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. അതിന് ബന്ധങ്ങൾക്ക് അത് നൽകാൻ കഴിയുന്നതിൽ വലിയ സാധ്യതയാണ്. മറ്റേതിനേക്കാളും നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നമുക്കറിയാം. ഇപ്പോഴത്തെ കാലത്ത് ഈ വാട്സാപ്പ് ഒക്കെ വന്നതിന് ശേഷം പല സ്കൂൾ കാലത്തെ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുവാൻ, ഇല്ലെങ്കിൽ ഒരിക്കൽ കൂടി പുതുക്കുവാനൊക്കെ ആയിട്ട് എന്തെല്ലാം സാധ്യതകളാണ്. ജോലി സ്ഥലത്തും അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ട്. വളരെ മീറ്റിങ്ങുകളൊക്കെ അങ്ങനെ ഓൺലൈനായിട്ടും ഫിസിക്കലായിട്ടും ഒക്കെ അതിന്റെ സാധ്യതകളും അതിന്റെ അപകടങ്ങളും ഒക്കെ നമ്മൾ പലതരത്തിലൊക്കെ അറിയുന്നുണ്ട്. എന്നാൽ എപ്പോഴും മനുഷ്യൻ സാമൂഹിക ജീവി എന്ന നിലയിൽ ബന്ധങ്ങളെ ഇഷ്ടപ്പെടുന്നു, സൗഹൃദങ്ങളെ ഇഷ്ടപ്പെടുന്നു. അത് അവർക്ക് സന്തോഷവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഓർക്കാം. ഇത് കൊച്ചുകുട്ടികളിൽ തുടങ്ങി വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്നവർക്ക് വരെ സുഹൃത്ത് ബന്ധങ്ങൾ ഒഴിച്ചുകൂടാനാത്ത ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമുക്ക് നല്ല ആരോഗ്യവും ആയുസ്സിനും ഒക്കെ നമ്മുടെ മനഃശാസ്ത്രജ്ഞന്മാരും മറ്റു വിദഗ്ധന്മാരും ഒക്കെ പറയുന്നത് നല്ല ബന്ധങ്ങൾ, അത് കുടുംബത്തിനകത്തും കുടുംബത്തിന് പുറത്തും നല്ല ബന്ധങ്ങളുള്ളവർ എപ്പോഴും സന്തോഷവാന്മാരായിരിക്കും, അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാകും, അവർക്ക് ആയുസ്സും ഉണ്ടെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പൊ അതിനകത്ത് ഒരു പരിധിവരെ മനുഷ്യന്റെ സന്തോഷത്തിനും ആനന്ദത്തിനും സുഹൃത്ത് ബന്ധങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട് എന്നുള്ളത് നമ്മളും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ചെറിയ പുഞ്ചിരിയിൽ തുടങ്ങുന്നതാണ് നല്ല ബന്ധങ്ങൾ എന്ന് നമുക്കറിയാം, അല്ലെ? എന്നാൽ ആ ചെറിയ പുഞ്ചിരിയിൽ തുടങ്ങി ചിലരെങ്കിലും ഒരിക്കലും വേർപെടുത്താനാവാത്ത വിധം ആ ബന്ധങ്ങൾ രൂഢമൂലമാകുന്നു എന്നുള്ളത് നമുക്ക് ഓർക്കാം. നല്ല തിക്കായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിലേക്ക് ഉള്ള തുടക്കം എന്ന് പറയുന്നത് ഒരുപക്ഷെ ചെറിയൊരു പുഞ്ചിരി ആയിരിക്കാം. അപ്പൊ മാത്രമല്ല, നമുക്കറിയാം പുരുഷന്മാർ പരസ്പരം നല്ല ബന്ധങ്ങളുണ്ട്, സ്ത്രീകൾ അങ്ങനെ നല്ല ബന്ധങ്ങളുണ്ട്, സ്ത്രീകളും പുരുഷന്മാരും തമ്മിലും ബന്ധങ്ങളുണ്ട്. ഓരോ പ്രായത്തിനനുസരിച്ച് ആ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും വ്യത്യാസമുണ്ട് എന്നുള്ളത് നമുക്ക് അംഗീകരിക്കണം. ഇല്ലെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. എല്ലാ ബന്ധങ്ങളിലും ശരിയായ ശ്രദ്ധ അനിവാര്യമാണ് എന്നതുപോലെ സൗഹൃദങ്ങളിലും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. അപ്പൊ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ നമുക്ക് വളരെ അനിവാര്യമാണ്. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ നന്മയായ സംഗതി ചിലപ്പോൾ അപകടങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ ആരംഭത്തിൽ തന്നെ പറയട്ടെ. നമ്മൾ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ ഏറ്റവും നന്നായിട്ട് ആരംഭിക്കുവാൻ നല്ലത് സമൂഹത്തിന്റെ തന്നെ അടിസ്ഥാന ഘടകമായ കുടുംബമാണ്. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ എൻ്റെ വീട്ടിൽ പെരുമാറും, ഭവനത്തിൽ നിഷ്കളങ്കമായ നിസ്വാർത്ഥമായ നല്ല കൂട്ടുകൾ, നല്ല ബന്ധങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, പേരൻസും മക്കളും തമ്മിൽ, സഹോദരങ്ങൾ അന്യോന്യം, നല്ല ബന്ധങ്ങൾ അവിടെ ആരംഭിക്കും. ഞാൻ പലപ്പോഴും കേൾക്കുന്ന ഒരു പരാതി എൻ്റെ ജീവിതത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പുറമേ നമ്മൾ ആൾക്കാരോട് വളരെ നല്ല സ്നേഹവും സൗഹൃദവും ഒക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ വീട്ടിലത് കൈമോശം വന്നു പോകുന്നു എന്നുള്ളത് വളരെ സങ്കടകരമാണ്. നമ്മൾ 24 മണിക്കൂറും നമുക്ക് സ്വാതന്ത്ര്യവും നമ്മുടെ അവൈലബിലിറ്റി ഒക്കെ ഉള്ള സ്ഥലം നമ്മുടെ കുടുംബമാണ്. അതിനിടയ്ക്ക് ജോലിക്കും പഠനത്തിനും ഒക്കെ ആയിട്ട് നമ്മൾ പോകുമെങ്കിലും ഈ 24 മണിക്കൂറിൽ എപ്പോഴും കയറി വരാൻ കഴിയുന്ന സ്ഥലം നമ്മുടെ സ്വന്തം വീടുകളാണ്.
അപ്പോൾ വിശ്വാസികൾ എന്ന നിലയിൽ സ്വന്തം വീട്ടിൽ നല്ല കൂട്ടുകൾ, നമുക്ക് ബന്ധങ്ങളുണ്ട്, എന്നാൽ നല്ല കൂട്ട് ഇല്ല എന്ന് വേണേൽ പറയാം. കൂട്ടെന്ന് പറയുമ്പോൾ, കൂട്ടുകാർ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക വാക്കിന് തന്നെ ഒരു പ്രത്യേക മാതിരിയാണ്. ഞങ്ങൾ സ്കൂൾ കാലത്ത് നല്ല കൂട്ടുകാരായിരുന്നു എന്ന് പറയുമ്പോൾ വെറുതെ ഒരു ഔപചാരികമായ സൗഹൃദവും സന്തോഷവും ഒന്നും അല്ല അത്. അതിനപ്പുറം നല്ല ഹൃദയങ്ങൾ തമ്മിലുള്ള നല്ല ബന്ധമാണ്. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ നല്ല സൗഹൃദങ്ങൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ ആരംഭിക്കട്ടെ. ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല കൂട്ട്, അതിനർത്ഥം അവിടെ അഭിപ്രായ വ്യത്യാസങ്ങളോ ആശയ ചർച്ചകളോ ഒന്നും ഇല്ല എന്നല്ല. അതെല്ലാം ഉള്ളപ്പോഴും അതിനെ കവിയുന്ന ഒരു മനോഹരമായ ബന്ധം വീട്ടിലുള്ളവർ തമ്മിലുണ്ടാവും. എന്നും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യവും തിരുത്താനുള്ള സ്വാതന്ത്ര്യവും അങ്ങനെ ആശയങ്ങൾ പങ്കുവെക്കാനുള്ള സ്വാതന്ത്ര്യവും അത് ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ ആരംഭിക്കണം, അത് മക്കളിലേക്ക് പകരണം. അങ്ങനെ വീട് എന്ന് പറയുന്ന നല്ല സുഹൃത്ത് ബന്ധത്തിന്റെ ഒരു സ്ഥലമാക്കി ഒരു അടിസ്ഥാന ഘടകമായിട്ട് നമ്മൾ സൂക്ഷിക്കുന്നത് വളരെ ആവശ്യമാണ്. അപ്പോൾ അവിടെ വേണം നമുക്ക് തുടങ്ങാനായിട്ടുള്ളത്. ഈ അടുത്ത നാളിലേക്ക് നമ്മൾ പലപ്പോഴും അങ്ങനെ സുവിശേഷ വേലയ്ക്ക് പോകുമ്പോഴും അല്ല ചില സന്ദർശനങ്ങൾ നടത്തുമ്പോഴും ചില ബിബ്ലിക്കൽ കൗൺസിലിങ്ങുകളൊക്കെ നടത്തുമ്പോൾ നല്ല വിശ്വാസികൾ എന്നാൽ കുടുംബത്തിൽ വരുമ്പോൾ ഹസ്ബൻഡ് വൈഫും തമ്മിൽ ഒരിക്കലും നല്ല കൂട്ടില്ല, നല്ല സൗഹൃദമില്ല എന്ന് പറയുന്നത് വളരെ സങ്കടകരമാണ്. അതുപോലെ മക്കളും പേരൻസും തമ്മിലും നല്ല കൂട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമാണ്. ഇനി സഹോദരങ്ങൾ അന്യോന്യമായാലും ഈ ഒരു അപകടമുണ്ട്. അതുകൊണ്ട് നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളുടെയൊക്കെ ആരംഭം ഞാൻ പറയുന്നത് അത് വീട്ടിൽ തന്നെ ആരംഭിക്കണം എന്നാണ്. അത് അങ്ങനെ വീട്ടിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാകണം. നമുക്ക് അടുത്ത നല്ല സ്ഥലം എന്ന് പറയുന്നത് സഭയാണ്. വിശ്വാസികൾ തമ്മിലുള്ള കൂട്ടിലേക്ക് അത് പോകണം. ഇത് വളരെ ചില സമയത്ത് പ്രയാസകരമാകാം, ചില സമയത്ത് നമ്മളുടെ വീട്ടിലെ അന്തരീക്ഷം മോശമാകാം, സഭയിൽ നമ്മുടെ ബന്ധങ്ങൾ മോശമാകാം. എന്നാലും അവിടെ നമ്മൾ ഉപേക്ഷിക്കുകയല്ല. ഇത് നിത്യത മുഴുവൻ നിലനിൽക്കുന്നതാണ്. സഭയിലെ വിശ്വാസികളാണെങ്കിൽ, ഒരു കുടുംബത്തിലെ വിശ്വാസികളായാൽ സഭയിലെ വിശ്വാസികൾ തമ്മിലുള്ള ബന്ധം നിത്യത മുഴുവൻ നമുക്ക് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ പോരായ്മകളെ വീഴ്ചകളെ അംഗീകരിച്ചുകൊണ്ട് പിന്നെ നമുക്ക് ബിൽഡപ്പ് ചെയ്യാനായിട്ട് കഴിയും. നമുക്ക് പ്രിയ ബ്രദർ ഇൻട്രഡക്ഷനിൽ പറഞ്ഞതുപോലെ ബൈബിളിൽ നല്ല ബന്ധങ്ങൾ, സൗഹൃദ ബന്ധങ്ങളെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ദാവീദിന്റെയും യോനാഥന്റെയും കാര്യം ബ്രദർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അവർ അന്യോന്യമുള്ള ബഹുമാനം, മ്യൂച്വൽ റെസ്പെക്ട്, ട്രസ്റ്റ്, ലോയൽറ്റി എന്നൊക്കെ നമുക്ക് പറയാം. നമുക്ക് അന്യോന്യമുള്ള ബഹുമാനവും വിശ്വാസവും കൂറും അതൊക്കെ നല്ല ബന്ധങ്ങൾക്ക് നമുക്ക് ആവശ്യമാണ് എന്നുള്ളത് പ്രത്യേക. ദാവീദിന്റെയും യോനാഥന്റെയും കാര്യങ്ങൾ 1 ശമൂവേലിന്റെ പുസ്തകം 18-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ, അതുപോലെ 20-ാം അധ്യായത്തിന്റെ 1 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിലൊക്കെ നമുക്ക് അത് വളരെ മനോഹരമായിട്ട് മധുരതരമായി മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയട്ടെ. അതുപോലെ മറ്റൊരു നല്ല കൂട്ടുകെട്ട് കാണാവുന്നത്, ഇത് നല്ല സുഹൃത്തുക്കൾ തമ്മിലല്ല, ഒരു കുടുംബത്തിൽ രൂത്തും നവോമിയും നല്ല ഉദാഹരണമാണ്. അവരുടെ ഷെയർഡ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അവർ ഒരുപോലെ പങ്കുവെച്ച അനുഭവങ്ങളായിരിക്കാം ഒരുപക്ഷെ അവരെ അങ്ങനെ ഒരു ദുഃഖത്തിന്റെ അനുഭവത്തിൽ അവർ ഒരുമിച്ചായിരുന്നു. അല്ലെ, ഹസ്ബൻഡിനെ നഷ്ടപ്പെട്ട മക്കളെ നഷ്ടപ്പെട്ട അമ്മയും ഹസ്ബൻഡിനെ നഷ്ടപ്പെട്ട മരുമകളും അവർ തമ്മിൽ ഭയങ്കര ഒരു ബന്ധത്തിലേക്ക്, സങ്കടകരമായ സാഹചര്യത്തിൽ ഒരുപോലെ ദുഃഖത്തിൽ വന്നവര് നല്ല ഒരു കൂട്ടുകെട്ടിലേക്ക് വന്നു. അവർക്കും ഈ ഷെയർഡ് എക്സ്പീരിയൻസിൽ പങ്കുവെച്ച അനുഭവങ്ങൾ, ഇല്ലെങ്കിൽ അന്യോന്യമുള്ള കൂറ്, അന്യോന്യമുള്ള സപ്പോർട്ട്, നവോമിക്ക് സപ്പോർട്ടായിട്ട് റൂത്തിന് സപ്പോർട്ടായിട്ട് നവോമി, നമ്മളങ്ങനെ കുടുംബ പശ്ചാത്തലത്തിലും അത് കാണുന്നു. ഇതേപോലെ നമുക്ക് പഴയ നിയമത്തിൽ മാത്രമല്ല പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമസഭയുടെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. പുതിയ നിയമസഭയുടെ ആരംഭത്തിൽ അവിടെ വിശ്വാസികൾ തമ്മിലുള്ള ഒരു ഹൃദയവും ഒരു മനസ്സുമായി അവർക്ക് അവരുടെ വിശ്വാസ ജീവിതത്തിലെ വലിയൊരു പരിശീലനം ആരംഭം വളരെ മനോഹരമായിരുന്നു. അവരങ്ങനെ നല്ല കൂട്ടുകെട്ടുകളും ബന്ധം വന്നപ്പോൾ പിന്നെ ഒരു രീതിയിലും അവർക്ക് അവരുടെ വസ്തുവകൾ വിൽക്കുവാനായിട്ട് ആരുടെ നിർബന്ധം ആവശ്യം വന്നില്ല. അപ്പോസ്തലന്മാരെ എവിടെയും അങ്ങനെ ആവശ്യപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്നാൽ അവരത് ചെയ്ത് സഹവിശ്വാസികളുടെ ആവശ്യം കണ്ടറിഞ്ഞ് അവിടെ വസ്തുവകൾ ഉള്ളവരെല്ലാം അത് വിറ്റ് കൊണ്ടുവന്നു. അതിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് അനന്യാസും സഫീറയും അവരെ അങ്ങനെ വ്യാജം കാണിച്ച് ചെയ്തു. അപ്പൊ വ്യാജം എല്ലാ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. എന്നാൽ മനോഹരമായ അനുഭവമായി സൗഹൃദങ്ങൾ, സ്നേഹം ഒക്കെ പങ്കുവയ്ക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. നല്ല കൂട്ടുകൾ. പുതിയ നിയമത്തിന്റെ മുന്നോട്ടുള്ള പേജുകളിലേക്ക് വരുമ്പോൾ മിഷണറി ടീമുകൾ ഒരുമിച്ച് പ്രവർത്തിച്ചത്, വിശ്വാസികൾ സഭകളിൽ ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചൊക്കെ എത്രയോ മനോഹരമായ എല്ലാ ലേഖനങ്ങളിലും തന്നെ അത് കാണുന്നുണ്ട്. അപ്പൊ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലും ലേഖനങ്ങളിലും എല്ലാം മനോഹരമായ അത്തരം കൂട്ടുകെട്ടുകളുടെ ചിത്രങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ പ്രാധാന്യം വലുതാണ്.
ക്രിസ്തീയ വിശ്വാസവും സുഹൃത്ത് ബന്ധങ്ങളും എന്ന വിഷയം വളരെ പ്രാധാന്യമുള്ളതാണ്. ആരംഭത്തിൽ നമ്മൾ പറയുന്നു, നല്ല സുഹൃത്ത് ബന്ധങ്ങൾ എല്ലാവിധ മനുഷ്യ സമൂഹങ്ങളുടെ മധ്യത്തിലുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ എല്ലാത്തരം വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും മധ്യത്തിലും നല്ല ഈ ഊഷ്മളമായ ബന്ധങ്ങളുണ്ട്. എന്നാൽ നല്ല സുഹൃത്ത് ബന്ധങ്ങളുടെ എല്ലാം ഹൃദയം എന്ന് പറയുന്നത് സ്നേഹമാണ്. അത് വിശ്വാസികളായാലും അവിശ്വാസികളായാലും സ്നേഹമാണ് സുഹൃത്ത് ബന്ധങ്ങളുടെ ഹൃദയം എന്ന് നമുക്ക് പറയാനായിട്ട്. ലവ് ഈസ് ദ ഹാർട്ട് ഓർ ദ സെന്റർ ഓഫ് ഓൾ ജെനുവിൻ ഫ്രണ്ട്ഷിപ്സ്. അപ്പൊ സ്നേഹം ആണ് സൗഹൃദങ്ങളുടെ ഹൃദയം അല്ലെ സെന്റർ എങ്കിൽ നമുക്ക് വിശ്വാസികളുടെ മധ്യത്തിൽ ഇതിന്റെ പ്രാധാന്യവും സാധ്യതയും വളരെ വലുതാണ്. അതിന്റെ കാരണം ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഹാർട്ട് അല്ലെ സെന്റർ എന്ന് പറയുന്നതും സ്നേഹമാണ്. ദൈവ സ്നേഹത്തിൽ ആരംഭിച്ച് മനുഷ്യരിലേക്ക് അത് പകർന്നു നൽകി മനുഷ്യരെ അന്യോന്യം സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ ഒരു മതമാണ്, ഇല്ലെങ്കിൽ ഒരു സമൂഹമാണ്, വിശ്വാസമാണ് ക്രിസ്തീയ വിശ്വാസം. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിന്റെ ഇല്ലെങ്കിൽ സൗഹൃദങ്ങളുടെ ഹൃദയം സ്നേഹമാണെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഹൃദയവും സ്നേഹം തന്നെയാണ്. ബൈബിൾ എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ച് തന്നെ വളരെ പ്രശസ്തനായ ഒരു വ്യക്തി പറഞ്ഞത്, ബൈബിൾ ഇസ് ദ ലവ് സ്റ്റോറി, ദ ഗ്രേറ്റസ്റ്റ് ലവ് സ്റ്റോറി എവർ ടോൾഡ് എന്നാണ്. ലോക ചരിത്രത്തിൽ, മനുഷ്യ ചരിത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഇല്ലെങ്കിൽ കേട്ട ഏറ്റവും വലിയ പ്രേമലേഖനം എന്നുള്ളത് അത് ബൈബിളാണെന്ന് അങ്ങനെ പറയുകയുണ്ടായി. അപ്പൊ ദൈവം, ത്രിയേക ദൈവത്തിന്റെ സ്നേഹം, ദൈവം മനുഷ്യകുലത്തോട് കാണിച്ച സ്നേഹം, ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട മനുഷ്യർ അന്യോന്യമുള്ള സ്നേഹം, ഈ സ്നേഹത്തിന്റെ വലിയൊരു പുസ്തകമാണ് ബൈബിൾ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സാധ്യതയും പ്രാധാന്യവും വളരെ വലുതാണ് എന്നുള്ളത് പ്രത്യേകം ഊന്നി പറയട്ടെ. അപ്പൊ ക്രിസ്തു വിശ്വാസികളുടെ യൂസർ മാനുവലാണ് നമ്മുടെ ബൈബിൾ എന്ന് നമുക്ക് അറിയാമല്ലോ. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ സ്നേഹത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ സൗഹൃദത്തിന്റെ പ്രാധാന്യവും വളരെ വലുതാണ്. ഞാൻ ഇന്ന് പ്രധാനമായിട്ടും വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ചല്ല അധികം ഇനി പറയാനായിട്ട് പോകുന്നത്. അധികവും വിശ്വാസികൾ ലോകത്തിലുള്ള അവിശ്വാസികളുമായിട്ട് സ്നേഹത്തെക്കുറിച്ചാണ്. കാരണം വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവതോണം നമ്മുടെ ബൈബിൾ നിറച്ചതാണ്. നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലെ പരിശ്രമം അതാണ്. വീഴ്ചകളിൽ നിന്ന് വീണ്ടും സ്നേഹിച്ച് നിത്യതയോളം നിലനിൽക്കുന്ന നല്ല ബന്ധങ്ങൾ വിശ്വാസികൾ തമ്മിൽ നമ്മൾ ഉറപ്പിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഈ അവിശ്വാസികളുടെ കാര്യത്തിൽ വരുമ്പോൾ നമുക്ക് അതിൻ്റെ കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളൊക്കെ കാണാം. അതുകൊണ്ട് ഇനിയുള്ള സമയം പ്രധാനമായിട്ടും ലോകക്കാരുമായിട്ട്, ലോകത്തിലുള്ള ആൾക്കാരുമായിട്ട് എങ്ങനെ നമുക്ക് നല്ല സൗഹൃദം സൂക്ഷിക്കാം, ഇല്ല അതിന്റെ സാധ്യതകളും പരിമിതികളും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. 19-ാം നൂറ്റാണ്ടിൽ ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ച ബ്രിട്ടീഷ് ഇവാഞ്ചലിസ്റ്റ് ഉണ്ട്, നമുക്ക് പലർക്കും അറിയാമായിരിക്കും, ഹെൻറി മൂർഹൗസ് എന്ന് പറയുന്ന വ്യക്തി. ഹെൻറി മൂർഹൗസിന്റെ ചരിത്രം അത് നമുക്ക് പലർക്കും അറിയാം. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് എന്നെ വളരെ സ്പർശിച്ച ഒരു കാര്യം, 27-ാം വയസ്സിൽ അദ്ദേഹം അമേരിക്കയിലേക്ക് വന്നു, ഇംഗ്ലണ്ടിൽ നിന്ന്. അങ്ങനെ വന്ന DL മൂഡിയുടെ ക്ഷണപ്രകാരം അവരുടെ സഭയിൽ കൺവെൻഷനിൽ തുടർച്ചയായ 7 ദിവസം പ്രസംഗിച്ചതായിട്ടാണ് ഞാൻ വായിച്ചത്. അപ്പൊ ഈ തുടർച്ചയായ 7 രാത്രികളിലാണ് കൺവെൻഷൻ. അപ്പൊ ആ തുടർച്ചയായ 7 രാത്രികളിൽ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അവസരം കൊടുത്തു. എന്നാൽ അദ്ദേഹം പ്രസംഗിച്ചതെല്ലാം ഒരൊറ്റ വാക്യത്തിൽ നിന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം അല്ലേ, ആ വാക്യം അതിനെ ആസ്പദമാക്കി താൻ പ്രസംഗിച്ചു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വിഷയം. ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ എങ്ങനെയാണ് തന്റെ ഏകജാതനായ പുത്രനെ നൽകിക്കൊണ്ടാണ് ദൈവം മനുഷ്യരെ സ്നേഹിച്ചത്. ലോകത്തെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ലോകത്തിലുള്ള മനുഷ്യരെ ഉദ്ദേശിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് 7 ദിവസം പ്രസംഗിച്ചു. എന്നാൽ അങ്ങനെ ആ പ്രസംഗം, സ്നേഹത്തെക്കുറിച്ചുള്ള ഈ പ്രസംഗം മൂർഹൗസ് പ്രസംഗിച്ചപ്പോൾ വാസ്തവത്തിൽ അതിന്റെ 7-ാം ദിവസം ആയപ്പോഴത്തേക്കും DL മൂഡിക്ക് അങ്ങനെ കണ്ണുനീർ ഒളിച്ചു വെക്കാൻ കഴിയാതെ വണ്ണം അദ്ദേഹം ഏറ്റുപറഞ്ഞതായ ചില കാര്യം ഞാനിവിടെ പറയാം. ഈ ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള പ്രസംഗത്തിന്റെ കേൾവി തന്നെ മടുപ്പിക്കുമല്ല, 7 ദിവസം കൊണ്ട് തന്നെ വളരെ തരളിത ഹൃദയനാക്കി തന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത്, അതുവരെയും ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു
നിറഞ്ഞു കവിഞ്ഞ ജനക്കൂട്ടത്തിന്റെ അവസ്ഥയും. അവരും അങ്ങനെ അങ്ങനെ കണ്ണുനീർ ഒളിച്ചു വയ്ക്കാൻ കഴിയാതെ അവര് ഗദ്ഗത കണ്ടവരായി. മാത്രമല്ല അവരുടെ ജീവിതങ്ങളിൽ അത് പിന്നീട് വലിയ രൂപാന്തരത്തിന് കാരണമായി എന്നാണ് വായിക്കുന്നത്. അപ്പം സ്നേഹം എന്ന വാക്ക് വരുന്ന വേദഭാഗങ്ങളെല്ലാം പിന്നീട് ഡി.എൽ. മൂഡി എന്ത് ചെയ്യുന്നറിയാമോ? ചില ആഴ്ചകൾ തന്നെ ചെലവിട്ട് ഈ സ്നേഹം എന്ന് പറയുന്ന വാക്ക് ബൈബിളിൽ വരുന്നിടത്ത് അവിടെയൊക്കെ ആ വാക്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിച്ചു. ആ ഓരോ വേദഭാഗത്തും അദ്ദേഹം പറയുന്നത്, ഒടുവിൽ എനിക്ക് ആളുകളെ സ്നേഹിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ല എന്ന്. പ്രിയമുള്ളവരെ, ബൈബിളിൽ ദൈവസ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയ ആള് അവര് ലോകത്തിലുള്ള മനുഷ്യരെ സ്നേഹിക്കുവാനായിട്ട് ആരംഭിച്ചു എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഹെൻറി കുറിച്ച് അങ്ങനെ പറഞ്ഞ ഡി.എൽ. മൂഡി പിന്നീട് എഴുതിയത് ഈ തൻ്റെ ജീവിതവും ശുശ്രൂഷയും പിന്നീട് വന്ന മാറ്റം, അതിന് താൻ വളരെ കടപ്പെട്ടിരിക്കുന്നത് ഈ ഹെൻറി മൂർഹൗസിനോട്, അദ്ദേഹത്തിന്റെ ഈ പ്രസംഗത്തോടാണ് എന്ന് താൻ അങ്ങനെ പറയുണ്ടായി. അതിനെക്കുറിച്ച് പിന്നീട് ചരിത്രം അങ്ങനെ സാക്ഷീകരിക്കുന്നത് ദ മാൻ ഹൂ മൂവ്ഡ് ദ മാൻ ഹൂ മൂവ്ഡ് ദ വേൾഡ് എന്നാണ് ഹെൻറി മൂർഹൗസിനെ കുറിച്ച് പറഞ്ഞത്. ദ മാൻ ഹൂ മൂവ്ഡ് ദ മാൻ ഹൂ മൂവ്ഡ് ദ വേൾഡ്. ഡി.എൽ. മൂഡിയെ കുറിച്ച് ഹി മൂവ്ഡ് ദ വേൾഡ് എന്ന് പറയുന്നത്, അതിന് കാരണമായി അദ്ദേഹത്തെ മൂവ് ചെയ്തത് ഹെൻറി മൂർഹൗസ് ആണെന്നാണ്. ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചുവെങ്കിൽ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഓരോ ക്രിസ്തു ശിഷ്യനും നമുക്ക് ഓരോരുത്തർക്കും പഠിക്കണം, പരിശീലിക്കണം എന്ത് സ്നേഹത്തിൽ അടിസ്ഥാനമാക്കിയ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും അത് സൂക്ഷിക്കുവാനുമായിട്ട് നമുക്ക് വലിയ ആവശ്യമുണ്ട്. അത് ഇന്നിൻ്റെ വളരെ വലിയൊരു ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. യേശു ക്രിസ്തുവിന്റെ മാതൃകയാണ് നമുക്ക് ഇതിനേറ്റവും നമ്മുടെ മുമ്പിലുള്ളത്, അല്ലേ? കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ കാണുന്നത് സ്വർഗരാജ്യത്തെ കുറിച്ചുള്ള വിളംബരം നടത്തിയ നമ്മുടെ നാഥനും നായകനുമായ യേശു ക്രിസ്തുവിന്റെ ആഹ്വാനം തന്നെ നമ്മൾ മത്തായി സുവിശേഷം അതിന്റെ 4-ാം അധ്യായം 19-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. എന്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാകും. ഫോളോ മീ ആൻഡ് ഐ വിൽ മേക്ക് യു ദ ഫിഷേഴ്സ് ഓഫ് മെൻ എന്നാണ്. മനുഷ്യരെ പിടിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കയ്യിലുണ്ടായിരുന്നത് തന്റെ ഹൃദയം നിറഞ്ഞ സ്നേഹമാണ്. എല്ലാ തരം മനുഷ്യരോടും താൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത് ഈ സ്നേഹത്താൽ പ്രചോദിതനായിട്ടാണ് എന്നുള്ള പിതാവിന്റെ സാക്ഷ്യം നമുക്കറിയാം. അതുപോലെ കർത്താവായ യേശു ക്രിസ്തു ആ നിലയിൽ മനുഷ്യരെ സ്നേഹിച്ചു. അതായിരുന്നു കർത്താവിന്റെ ശുശ്രൂഷയുടെ വിജയം എന്ന് പറയുന്നത്. അത് നമുക്ക് പ്രത്യേകം ഓർക്കാം. അപ്പൊ ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആഹ്വാനം അല്ലെങ്കിൽ വിളി കേട്ട് കർത്താവിനെ അനുഗമിച്ച ശിഷ്യന്മാര്, അപ്പോസ്തലന്മാരുടെ ജീവിതത്തില് നമുക്കറിയാം, പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ തുടങ്ങിയുള്ള 12 അപ്പോസ്തലന്മാരും കർത്താവിനെ അന്ത്യത്തോളം സ്നേഹിച്ചു. കർത്താവ് അവരെ സ്നേഹിച്ചു. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ വന്ന മാറ്റം, അവരുടെ ജീവിതങ്ങളിൽ വന്ന രൂപാന്തരം, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹം വരുത്തിയ രൂപാന്തരമാണ്. പിന്നീട് ജീവിതാവസാനത്തോളം കർത്താവ് അവരെ സ്നേഹിച്ചെങ്കിൽ അവരും ജീവിതാവസാനത്തോളം കർത്താവിനെ സ്നേഹിച്ചു. മാത്രമല്ല അവര് ലോകത്തിലെമ്പാടും അവര് ചെന്ന സ്ഥലങ്ങളിലെല്ലാം മനുഷ്യരെ സ്നേഹിക്കുന്ന മനുഷ്യരായിട്ട് മാറി എന്നുള്ളത് നമുക്കറിയാം. പത്രോസൊക്കെ അങ്ങനെ വെട്ടൊന്ന് മുറി രണ്ട് എന്നുപോലെ പ്രതികരിക്കുന്ന മനുഷ്യരൊക്കെ സ്നേഹത്തിന്റെ വക്താക്കളായി മാറി, സ്നേഹത്തിന്റെ ചാലക ശക്തികളായി മാറി എന്നുള്ളത് ഓർക്കാം. അപ്പം കർത്താവ് ഈ അപ്പോസ്തലന്മാരെ മാത്രമല്ല തന്റെ മുമ്പിൽ കണ്ട സകല മനുഷ്യരെയും വളരെ സ്നേഹത്തോടും മനുഷ്യരോടും കൂടി അവരുമായിട്ട് ഇടപെട്ടു, അവരോട് പെരുമാറി എന്നുള്ളത് നമുക്കറിയാം. കർത്താവ് ആരെയും അവഗണിച്ചില്ല എന്നുള്ളതാണ് കർത്താവിന്റെ ശുശ്രൂഷയുടെ ഒരു പ്രത്യേക കാര്യം. ആരെയും അവഗണിച്ചില്ല. ശത്രുക്കളെ പോലും സ്നേഹിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കർത്താവായ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ഈ പ്രത്യേകമായ സുഹൃത്ത് ബന്ധങ്ങൾ നമ്മൾ ബൈബിളിൽ ധാരാളമായിട്ട് കാണുന്നുണ്ട്. കർത്താവിന് എല്ലാവരെയും സ്നേഹിച്ചു, എന്നാൽ അപ്പോൾ തന്നെ ഒരു ക്ലോസ് സർക്കിളിൽ വളരെ ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് കർത്താവ് സൂക്ഷിച്ചു പലരുമായിട്ട്. നമുക്കറിയാം, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, അവരെ 3 പേരെയും കർത്താവ് പ്രത്യേകമായിട്ട് ആ നല്ലൊരു ബന്ധം കർത്താവിന് ഉണ്ടായിരുന്നു. കർത്താവിന്റെ വളരെ പ്രത്യേകമായ ചില പരസ്യ ശുശ്രൂഷയുടെ സമയത്ത്, അതായത് മറുരൂപമലയിൽ, ഗെത്സമനെ തോട്ടത്തിൽ എല്ലാം ഈ നല്ല ബന്ധം നമ്മൾ കാണുന്നുണ്ട് കർത്താവിന് ഈ ശിഷ്യന്മാരുമായിട്ട്. അതുപോലെ തന്നെ കർത്താവ് ഒരു സ്പെഷ്യൽ ഫ്രണ്ട്ഷിപ്പ് സൂക്ഷിച്ച വ്യക്തികളാണ് ലാസർ, മാർത്ത, മറിയ, ആ കുടുംബം, അല്ലെ? ആ കുടുംബവുമായിട്ട് കർത്താവ് പ്രത്യേകം സൗഹൃദം സൂക്ഷിച്ചു എന്നുള്ളത് നമുക്കറിയാം. അത് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിലൊക്കെ കാണുന്നുണ്ട്. കർത്താവ് ആ കുടുംബത്തോട് പ്രത്യേകം ഇടപെട്ടു. അവരുടെ ഭവനം കൂടെ സന്ദർശിക്കുന്ന രീതി ഉണ്ടായിരുന്നു. മാത്രമല്ല ആ ഭവനത്തിൽ ലാസറിന്റെ മരണസമയത്ത് അവിടെ
ദുഃഖിക്കുന്ന അവരുടെ അടുക്കലേക്ക് ചെല്ലുകയും കർത്താവ് അവരുടെ ദുഃഖത്തെ സന്തോഷമാക്കി തീർക്കുന്ന വളരെ അത്ഭുതകരമായ ഒരു പ്രവൃത്തി ലാസറിനെ ഉയർപ്പിച്ചുകൊണ്ട് കർത്താവ് ആ ഭവനത്തിൽ ചെയ്തു നമുക്കറിയാം. അതുപോലെ തന്നെ വലിയ പുരുഷാരത്തിന്റെ മധ്യത്തിലും സ്പെഷ്യലായിട്ട് ചില വ്യക്തികളെ കർത്താവ് കണ്ടെത്തില്ല. ചുങ്കക്കാരനായ മത്തായി അങ്ങനെ മറ്റൊരു കഥാപാത്രമാണ്. അപ്പോസ്തലന്മാരിൽ ഒരാളായി തീർന്നു മത്തായി. മാത്രമല്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അങ്ങനെ അദ്ദേഹത്തോടുകൂടെ അത്താഴം കഴിച്ചതായിട്ട് നമുക്കറിയാം. ശമരിയക്കാരിയായ സ്ത്രീ കർത്താവ് പ്രത്യേകമായ ഒരു രീതിയിൽ ഇടപെടുകയും മീനിങ്ഫുൾ കോൺവെർസേഷൻ വിച്ച് ലെഡ് ടു എ കൺവേർഷൻ ആൻഡ് ഇവാഞ്ചലൈസേഷൻ എന്ന് പറയാനായിട്ട് കഴിയും. ശമരിയക്കാരി സ്ത്രീയായിട്ടുള്ള കർത്താവിന്റെ പരിചയം, ആ പരിചയത്തിനപ്പുറമുള്ള വലിയ സംഭാഷണം, നല്ല ഒരു സൗഹൃദ ബന്ധം, അത് ആ ശമരിയക്കാരി സ്ത്രീയുടെ കൺവേർഷന്, മാനസാന്തരത്തിന് കാരണമായി. മാത്രമല്ല ഒരു പട്ടണത്തിന്റെ മുഴുവൻ സുവിശേഷീകരണത്തിനും കാരണമായി തീർന്നു എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ കർത്താവിന്റെ ബന്ധങ്ങളെല്ലാം ആ നിലയിൽ വളർന്ന ബന്ധങ്ങളാണ്. സക്കയൂസ് മറ്റൊരു വ്യക്തിയാണ്. സക്കയൂസിന്റെ കൂട്ടത്തിൽ അങ്ങനെ കർത്താവ് വിരുന്ന് കഴിച്ചു, ആഹാരം കഴിച്ചു. അദ്ദേഹത്തിന്റെ മാനസാന്തരത്തിന് മാത്രമല്ല വലിയ രൂപാന്തരത്തിനും, താൻ വലിയ ചില തീരുമാനങ്ങൾ എടുത്ത് തന്റെ ജീവിതത്തിൽ വലിയ രൂപാന്തരത്തിന് കാരണമായി. മാനസാന്തരം അത് രൂപാന്തരത്തിലേക്ക് നയിച്ച സൗഹൃദമായിരുന്നു യേശുക്രിസ്തു. ഇപ്പൊ യേശുക്രിസ്തുവിന്റെ സൗഹൃദത്തിന് അങ്ങനെ ആ വലിയ ഭാഗ്യം ലഭിച്ചവരുടെ എല്ലാം ജീവിതത്തിൽ ആ ഒരു മാറ്റം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ശിഷ്യന്മാരുടെ കാര്യം ഞാൻ നേരത്തെ പറയുണ്ടായല്ലോ. ശിഷ്യന്മാര്, ആ 12 ശിഷ്യന്മാരുമായിട്ടും കർത്താവ് എത്ര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ചു, സൂക്ഷിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം. കർത്താവിന്റെ ഈ ബന്ധങ്ങളെ, ഫ്രണ്ട്ഷിപ്പുകളെ, സൗഹൃദങ്ങളെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ചില പ്രത്യേകതകൾ വളരെ ചുരുക്കമായിട്ട് ചിലത് പറയാം. ബാക്കിയൊക്കെ പലതും നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾക്ക് ചർച്ചയുടെ സമയത്ത് പങ്കുവെക്കാവുന്നതാണ്. കർത്താവിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ എല്ലാം അടിസ്ഥാനമായിട്ട് വരുന്നത് മനുഷ്യരോടുള്ള വലിയ മനസ്സലിവാണ്. അവിശ്വാസികളായ മനുഷ്യരെ കണ്ടപ്പോൾ കർത്താവിന് മനസ്സലിഞ്ഞു എന്നുള്ളത് നമ്മൾ പലവട്ടം വായിക്കുന്നുണ്ട്. കമ്പാഷനേറ്റ് ഹാർട്ട് കർത്താവിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ കമ്പാഷനേറ്റ് ഹാർട്ട് കൊണ്ടാണ്, ഇതിൽ മനുഷ്യരോട് മനസ്സലിവ് തോന്നുന്നത് കൊണ്ട് അത് അൺകണ്ടീഷണൽ ലവ്, അവരുമായിട്ട് ഒരു വ്യവസ്ഥയും ഇല്ലാത്ത സ്നേഹബന്ധം, അത് എല്ലാ ജീവിതത്തിന്റെ ഏത് മേഖലയിൽ പെട്ടവരോടും കർത്താവ് കാണിച്ചു എന്നുള്ളത് നമുക്കറിയാം. അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയില്ല, അവരുടെ പോരായ്മകൾ നോക്കിയില്ല, കർത്താവ് അവരെ വ്യവസ്ഥ കൂടാതെ സ്നേഹിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല കർത്താവിന്റെ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ രണ്ടാമതൊരു കാര്യം വെച്ചാൽ വളരെ ഇന്റിമസി, വളരെ അടുപ്പം കർത്താവ് സൂക്ഷിച്ചു, വളരെ ആത്മബന്ധം സൂക്ഷിച്ചു. അതും നമുക്ക് വളരെ ശ്രദ്ധിക്കാനുള്ളതാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്. കർത്താവിന്റെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വളരെ ഒതന്റിസിറ്റി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ കർത്താവ് വളരെ ജെന്യൂൻ ആയിരുന്നു, സെൽഫ്ലെസ് ആയിരുന്നു, അങ്ങനെ നിസ്വാർത്ഥമായ സൗഹൃദങ്ങളായിരുന്നു. ഈ ബന്ധങ്ങൾ ഉപയോഗിച്ച് കർത്താവിന് എന്തെങ്കിലും ഒരു പേഴ്സണൽ മോട്ടീവിന് വേണ്ടി ഒരിക്കലും ചെയ്തില്ല. പേഴ്സണലായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രയോജനം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ ബൈ പ്രോഡക്റ്റ് മാത്രം. ലക്ഷ്യം വളരെ നിസ്വാർത്ഥമായ സ്നേഹമായിരുന്നു, അവരോട് കാണിച്ച മനസ്സലിവായിരുന്നു. അത് കർത്താവിന്റെ ഫ്രണ്ട്ഷിപ്പിന്റെ പ്രത്യേകതയാണ്. നമുക്കും പകർത്താൻ ഈ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പം, വളരെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ കർത്താവിനെ ഫോളോ ചെയ്യാനായിട്ടുള്ള ആഹ്വാനത്തിൽ വന്നവരാണ്. അപ്പൊ കർത്താവിനെ ഫോളോ ചെയ്യുമ്പോൾ കർത്താവ് കാണിച്ച അതേപോലെയുള്ള സ്നേഹവും സൗഹൃദവും കാണിക്കുവാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഓർക്കാം. കർത്താവിന്റെ സൗഹൃദങ്ങളുടെ മറ്റൊരു കാര്യം ക്ഷമയായിരുന്നു. ക്ഷമയും കരുണയും. കർത്താവ് പാപികളും ദോഷികളുമൊക്കെ ആൾക്കാരോട് ക്ഷമിച്ചു. ഫോർഗീവ്നെസ് എന്ന് പറയുന്നത് കർത്താവിന്റെ സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും വളരെ വലിയ ഒരു പ്രത്യേകതയായിരുന്നു എന്നുള്ളത് പ്രത്യേകം ഓർക്കാം. തന്റെ സുഹൃത്തുക്കള് സൗഹൃദത്തിലേക്ക് വന്നവര് അവരുടെ പരാജയങ്ങള്, അവരുടെ തെറ്റുകള് കർത്താവ് ക്ഷമിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ലേ. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വളരെ തെറ്റുകളുണ്ടായിരുന്നു. അവർ അന്യോന്യം മത്സരിക്കുന്നവരും പല രീതിയിലുള്ള സ്വഭാവ പ്രശ്നങ്ങളുള്ളവരുമായിരുന്നു. എന്നാൽ അവരെ തിരുത്തി, പക്ഷെ വളരെ സ്നേഹിച്ചു. തിരുത്താൻ ആവശ്യമുണ്ട്, അവർക്ക് തിരുത്തുകയും അവരെ മെച്ചപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോഴും കർത്താവ് അവരെ വ്യവസ്ഥ കൂടാതെ സ്നേഹിച്ചു എന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത പറയാവുന്നത്, കർത്താവ് അവരെ വളരെ ട്രസ്റ്റ് ചെയ്തു, വളരെ അവരെ വിശ്വാസത്തിലെടുത്തു. അതുകൊണ്ടാണ് വളരെ വലിയ ശുശ്രൂഷകളെ ചെയ്യുവാനായിട്ട് ദൈവം, കർത്താവ് അവരെ ഭരമേൽപ്പിച്ചത്. അപ്പോൾ നല്ല സൗഹൃദങ്ങളിൽ ഇതെല്ലാം വേണം. എന്തൊക്കെ വേണം? ഞാനീ പറഞ്ഞത്, നല്ല കമ്പാഷൻ വേണം, അൺകണ്ടീഷണൽ ലവ് വേണം, വളരെ ആത്മബന്ധം, അടുത്ത ബന്ധം, അടുപ്പം നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മളുടെ ജെന്യുവിൻ ആയിരിക്കണം. അതുപോലെ ക്ഷമിക്കുവാനും പൊറുക്കുവാനുള്ള മനസ്സ് നമുക്ക് വേണം. അതുപോലെ നമ്മുടെ സുഹൃത്തുക്കളെ ചുമതലകൾ ഏൽപ്പിക്കുവാനുള്ള ധൈര്യവും ആ ഒരു
വിശ്വാസമൊക്കെ നമുക്ക് അവരിൽ വേണം. മാത്രമല്ല കർത്താവിൻ്റെ സൗഹൃദങ്ങൾ നോക്കിയാൽ വളരെ ഇൻക്ലൂസിവിറ്റി എന്ന് പറയുന്നത് വളരെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. എല്ലാത്തരം ആൾക്കാരെയും കർത്താവ് സ്വാഗതം ചെയ്തു. അവരെ അങ്ങനെ ആരെയും മാറ്റി നിർത്തിയില്ല. അതുകൊണ്ട് തന്നെയാണ് ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്നൊക്കെ പേര് വിളിച്ച് കർത്താവിനെ പരിഹസിച്ചപ്പോഴും കർത്താവ് അതൊരിക്കലും ഒരാക്ഷേപമായിട്ട് തനിക്കൊരു കുറവായിട്ട് എടുത്തില്ല. മാത്രമല്ല കർത്താവിനെ കുറിച്ച് നമ്മൾ കാണുന്നത് കർത്താവ് താൻ സ്നേഹിച്ചവർക്ക് വേണ്ടി എത്ര അധികമായിട്ട് പ്രാർത്ഥിച്ചു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായവും ഇല്ലെങ്കിലും മറ്റു അനേക വേദഭാഗങ്ങളിൽ കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. മാത്രമല്ല പ്രാർത്ഥിക്കാൻ അവരെ പഠിപ്പിച്ചു എന്നുള്ളത്. പ്രിയമുള്ളവരെ, നല്ല സൗഹൃദങ്ങളെ ബന്ധങ്ങൾക്ക് ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥനയെ കുറിച്ച് എത്ര പറഞ്ഞാലും അധികമാവില്ല. എന്നാൽ ഇപ്പോൾ അതിന്റെ സമയപരിധിക്കുള്ളിൽ ഞാൻ പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ നല്ല ബന്ധങ്ങൾ സൗഹൃദങ്ങളിൽ വരണമെങ്കിൽ, നിലനിൽക്കുന്ന ബന്ധങ്ങൾക്ക് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ ധാരാളം പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ബന്ധങ്ങളൊക്കെ പരാജയപ്പെട്ടു പോകും. ഇനി പരാജയപ്പെട്ടു പോയ ചില ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുവാൻ, അത് വീണ്ടും യഥാസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നിരന്തരമായ പ്രാർത്ഥന ഏറ്റവും ആരംഭത്തിൽ തന്നെ നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ കർത്താവിന്റെ ഈ മാതൃക തന്നെയാണ് അപ്പസ്തോലന്മാരും ചെയ്തത് എന്നുള്ളത് നമുക്ക് പ്രത്യേകം ഓർക്കാം. അപ്പസ്തോലന്മാര് അത് ചെയ്തു. മാത്രമല്ല കഴിഞ്ഞ ഈ നൂറ്റാണ്ടുകളിൽ മിഷണറിമാരായ അനേക രാജ്യങ്ങളിലേക്ക് മിഷണറിമാരായി പോയ വ്യക്തികളൊക്കെ ഈ കർത്താവിന്റെ മാതൃക തന്നെ ചെയ്യാനായിട്ട് ശ്രമിച്ചു. അതാണ് അവരുടെ മിഷണറി പ്രവർത്തനങ്ങളുടെയൊക്കെ വിജയമായി മാറിയത്. ഇന്നത്തെ നമ്മൾ ഈ 21-ാം നൂറ്റാണ്ടിലുള്ള ശിഷ്യന്മാരായ കർത്താവിന്റെ ശിഷ്യന്മാരെ നമ്മെ സംബന്ധിച്ചും ദൈവം പ്രതീക്ഷിക്കുന്നത് അതാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സൗഹൃദങ്ങളുടെ പ്രത്യേകതകൾ, ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി അതേ നിലയിലുള്ള നല്ല ജെന്യൂൻ ആയിട്ടുള്ള സ്നേഹബന്ധങ്ങൾ നാം പുലർത്തണം എന്ന് തന്നെയാണ് കർത്താവ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് അതിനായിട്ട് പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. എന്നാൽ അവിശ്വാസികളുമായി നല്ല സുഹൃത്ബന്ധങ്ങൾ സൂക്ഷിക്കാനുള്ള ചില പ്രായോഗിക നിർദ്ദേശങ്ങളിലൂടെ വേഗത്തിൽ പറഞ്ഞു പോകാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ടിപ്സ് ഫോർ മെയിൻറ്റെയിനിങ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് നോൺ ക്രിസ്ത്യൻസ്. അത് നമുക്ക് നല്ലതാണ്. ചിലതൊക്കെ മറ്റു ചിലതൊക്കെ നിങ്ങൾക്കും ഇനി കൂടുതലായിട്ട് പങ്കുവെക്കാം ചർച്ചയുടെ സമയത്ത്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ 13-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്: നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും. 14-ാം വാക്യം വരുമ്പോൾ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും. അപ്പോൾ ഈ ഒരു ചിന്ത നമ്മെ എപ്പോഴും ഭരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമിയില് നമ്മളായിരിക്കുന്ന മനുഷ്യരുടെ മധ്യത്തിൽ നമുക്ക് അവരുടെ ജീവിതത്തിന് രുചിയും പ്രകാശവും പകരുവാനായിട്ട് ആക്കി വെക്കപ്പെട്ട മനുഷ്യരാണ് നമ്മൾ എന്നുള്ള ഒരു ചിന്ത നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ അതല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് നമ്മളൊരു അങ്ങനെ വേർപെട്ട് നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്നാൽ നമ്മെ ദൈവം ഈ ലോകത്തിലാക്കിയിരിക്കുന്നത് ഈ ഭൂമി മനുഷ്യർക്ക്, നമ്മുടെ സഹജീവികളായിട്ടുള്ള മനുഷ്യർക്ക് വെളിച്ചവും അവരുടെ ജീവിതത്തിന് രുചിയും പകരുവാനായിട്ടാണ് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുകയും അവരുമായിട്ട് നല്ല സൗഹൃദങ്ങൾ നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വളരെ ഒരു സേഫ് സോണിലേക്ക്, വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിലേക്കൊക്കെ പോകാനുള്ള സാധ്യത. അപ്പൊ നമുക്ക് അങ്ങനെയല്ല, എല്ലാവരെയും സ്നേഹിക്കാം, എല്ലാവരുമായിട്ടും നല്ല ബന്ധങ്ങൾ നമുക്ക് ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാരുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ പരിചയത്തിൽ, നമ്മുടെ ലോകം എന്ന് പറയുന്നത് നാം ഉൾപ്പെട്ട് നിൽക്കുന്ന ആ സമൂഹമാണ്. ആ സമൂഹത്തിൽ നമ്മുടെ പരിചയത്തിൽ വരുന്ന ആൾക്കാരുമായിട്ട് അവരെ പരിചയക്കാരായിട്ട് മാത്രം മാറ്റാതെ നല്ല ബന്ധങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ള ഒരു അടിസ്ഥാന പ്രമാണം നാം ഓർക്കണം. അങ്ങനെ ആണെങ്കിൽ നമ്മുടെ ആരംഭിക്കാനുള്ള ഈ ടിപ്സ് ഇല്ലേ, അതിൻ്റെ ചില നിർദ്ദേശങ്ങൾ ഇല്ലെ, പ്രായോഗിക നിർദ്ദേശങ്ങൾ, അത് നമ്മൾ നേരത്തെ കർത്താവിന്റെ കാര്യത്തിൽ കണ്ടതിന്റെ അവസാനത്തെ പോയിന്റിൽ നമുക്ക് ആരംഭിക്കാം. ഏതാണ്? പ്രേ ഫോർ യുവർ ഫ്രണ്ട്സ്. നമുക്ക് പരിചയക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് തുടങ്ങിയാൽ നല്ല ബന്ധങ്ങൾ, അത് ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം? ഞാൻ ആദ്യം പറഞ്ഞു നല്ല ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ തുടങ്ങുന്നത് ഭവനത്തിലാണ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഭവനത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിലായാലും മക്കളുമായിട്ടുള്ള ബന്ധത്തിലായാലും മക്കൾ തമ്മിലുള്ള ബന്ധത്തിലായാലും മനഃപൂർവ്വമായി നാം പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ഈ ബന്ധങ്ങൾ ശിഥിലമാകാൻ അധികം സമയം വേണം. വളരെ സങ്കടകരമാണ്. വിശ്വാസികളായ ആൾക്കാരുടെ ഭവനങ്ങളിലെ കുടുംബ ബന്ധങ്ങളിൽ വളരെ തകർച്ചയുണ്ട് എന്നുള്ളത് വളരെ സങ്കടകരമാണ്. കാരണം നമുക്ക് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട റിസോഴ്സാണ് ദൈവം. നല്ല ബന്ധങ്ങൾക്ക് ആവശ്യമായ എല്ലാ റിസോഴ്സും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ദൈവമായിട്ടുള്ള ബന്ധം, ദൈവത്തിന്റെ വചനം, ദൈവാത്മാവിന്റെ അധിവാസം, ദൈവമക്കളുടെ കൂട്ടായ്മ, ധാരാളം നല്ല പഠനങ്ങൾ സഭയിലൂടെ,
ഇതെല്ലാം ലഭിച്ചിട്ടും വിശ്വാസികളുടെ കുടുംബങ്ങളിൽ തന്നെ നല്ല ബന്ധങ്ങളില്ല എന്ന് പറയുന്നത് സങ്കടകരമാണ്. ഒത്തിരി അങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്, സങ്കടകരമാണ്. അത് നമുക്ക് തിരുത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ആദ്യ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ പ്രാർത്ഥിക്കാമെന്ന് തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നു നമ്മുടെ അയൽക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. കുടുംബങ്ങളിൽ തന്നെ അവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ഉള്ളവർ കുടുംബങ്ങളുണ്ടല്ലോ, അവർക്ക് വേണ്ടി എത്രയധികം പ്രാർത്ഥിക്കണം. അവരോട് സുവിശേഷം പറയാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ നമുക്കറിയാവുന്നവരാണ്, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയാം, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ രക്ഷിക്കപ്പെട്ടു വന്ന കാലത്ത് ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരാൾ എൻ്റെ അറിവിൽ രക്ഷിക്കപ്പെട്ടു വരുന്നത്. അപ്പോൾ എനിക്കന്ന് എൻ്റെ കുടുംബക്കാരോട് ഇത് പറയാനുള്ള ധൈര്യം പോലും എനിക്കില്ലായിരുന്നു. രക്ഷയുടെ സുവിശേഷം വളരെ സ്ട്രോങ് കാത്തലിക് ഫാമിലിയിൽ, വളരെ ക്ലോസ് നെറ്റ് ഫാമിലി, എല്ലാവരും തമ്മിൽ ഭയങ്കര ബന്ധങ്ങളുള്ളത്. അവിടെ ഞാൻ ഒരാൾ പോയി ഈ സുവിശേഷം യേശുക്രിസ്തുവിലൂടെ മാത്രം രക്ഷ എന്നൊക്കെ പറയുമ്പോൾ അത് പറയുന്ന കാര്യം എനിക്ക് ചിന്തിക്കാനായിട്ട് കഴിഞ്ഞില്ല. പക്ഷേ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ആദ്യകാല പ്രയർ ഡയറിയൊക്കെ ഞാൻ പിന്നീട് ചിലപ്പോൾ പരിശോധിച്ചപ്പോൾ അന്ന് പ്രാർത്ഥിച്ച പലരോടും, എല്ലാവരോടും തന്നെ സുവിശേഷം പറയാനായിട്ട് ഇടയായി. പലരും അവിടെ ഇവിടങ്ങളിലായിട്ട് രക്ഷിക്കപ്പെടുന്നത് കാണാനായിട്ട് ഇടയായി. ഇനിയും ഒത്തിരി പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടെന്നുള്ളതാണ് ഇനിയും ഒത്തിരി പേര് രക്ഷിക്കപ്പെടാനുള്ളത് കൊണ്ട് തെളിയിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത് കുടുംബക്കാർക്ക് വേണ്ടി, അവിശ്വാസികളായ കുടുംബക്കാർക്ക് വേണ്ടി, കുടുംബത്തിലുള്ളവർ വിശ്വാസികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. നല്ല സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ സൂക്ഷിക്കണം. അതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ള നമ്മുടെ അയൽക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും അയൽക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ അങ്ങനെ നാളുകളായിട്ട് അങ്ങനെ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് നല്ല ബന്ധങ്ങൾ അവരുമായിട്ട് സൂക്ഷിക്കാനായിട്ട് കഴിയുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കല് ഞങ്ങളുടെ വീടിനോട് ചേർന്നാണ് സഭാ ഹോൾ ഇരിക്കുന്നത്. അപ്പോൾ സഭാ ഹോളിന്റെ പണിക്ക് വേണ്ടി ഗ്രൗണ്ട് വർക്ക് തുടങ്ങിയപ്പോൾ തന്നെ നേരെ എതിരുള്ള അമ്പലക്കാർ വന്നു. അവർ വന്ന് ഞങ്ങളോട് അവരുടെ ആശങ്കകളും അവരുടെ അപ്രിയമൊക്കെ പറയാനായിട്ടാണ് വന്നത്. ചില ഭീഷണിയൊക്കെ ആയിട്ടാണ് അവർ വന്നത്. പക്ഷെ അവർ വരുമ്പോൾ തൊട്ടടുത്ത് ഞങ്ങളുടെ അടുത്തോട്ട് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ തൊട്ട അയൽക്കത്തുള്ള അവരുടെ അമ്പലക്കാരായ ചിലരോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ തന്നെ സംസാരിച്ച് ഈ അമ്പലക്കാരെ തിരിച്ചു. ഞങ്ങളോട് ഇതുവരെ ഒരു പ്രശ്നവും പറഞ്ഞിട്ടില്ല. പക്ഷെ അയൽക്കാർ പിന്നീട് വന്ന് ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു. അയൽക്കാരുമായിട്ട് നല്ല ബന്ധത്തിന് കാരണമായി തീർന്നത് അവരെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അയൽക്കാരുമായിട്ട് നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനായിട്ട് നമുക്ക് കഴിയും. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ വളരെ അത്യാവശ്യമുള്ള കാര്യമായിട്ട് ഇരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഈ ബന്ധങ്ങൾക്ക് എപ്പോഴും വളരെ നിസ്വാർത്ഥമായ നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടി നല്ല സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ പോകരുത്. അതൊട്ടും ക്രിസ്തീയമല്ല. കാര്യങ്ങൾ ചിലതൊക്കെ അതുകൊണ്ട് സാധിച്ചു എന്നത് പിന്നീട് വരാം. പക്ഷെ നമ്മുടെ ബന്ധങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കാര്യസാധ്യമല്ല, ജെന്യുവിൻ നിസ്വാർത്ഥമായ സൗഹൃദങ്ങളാണ്, ബന്ധങ്ങളാണ് എന്നുള്ളത് പ്രത്യേകം. മറ്റൊന്ന് എനിക്ക് പറയാനുള്ള മൂന്നാമതായിട്ട്, റെസ്പെക്ട് ഫോർ അതേഴ്സ് ബിലീഫ്സ്. മറ്റ് അവിശ്വാസികളുടെ വിശ്വാസത്തെ നമ്മൾ ബഹുമാനിക്കണം. നമ്മൾ അത് അംഗീകരിക്കുകയും സ്വീകരിക്കുക എന്നുള്ളതല്ല. അവർ ആ വിശ്വാസത്തിലായിരിക്കാൻ കാരണം അവരുടേതായ പ്രത്യേകമായ ചില പശ്ചാത്തലമാണ്. അതുകൊണ്ട് അതിനെ ഹർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നമുക്ക് ഒരിക്കലും ഭൂഷണമല്ല. നമുക്ക് അവരുടെ വിശ്വാസം തെറ്റാണ് എന്ന് അറിയാമെങ്കിലും അവരത് കൊണ്ടു നടക്കുന്നതിന് കാരണം അവരതിനെ വലുതായിട്ട് കാണുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് അതിനെ ബഹുമാനിക്കേണ്ടതുണ്ട്, അതിനെ അംഗീകരിക്കുക എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ബീയിങ് ജഡ്ജ്മെന്റൽ എന്ന് ഞാൻ പറയും. അവരുടെ വിശ്വാസത്തെ കുറിച്ച് വളരെ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള പ്രസ്താവനകൾ നമ്മൾ പറയാതിരിക്കുക. അത് ബന്ധങ്ങളെ വഷളാക്കും. വളരെ സ്നേഹത്തിൽ അവസരം ദൈവം തരുമ്പോൾ തീർച്ചയായിട്ടും അവരോട് സത്യം പറയണം, സുവിശേഷം പറയണം. അത് കർത്താവും അപ്പോസ്തലന്മാരും എല്ലാം അങ്ങനെ ചെയ്തു. എല്ലാ ബന്ധങ്ങളും സുവിശേഷീകരണത്തിനായിട്ട്, ഗോസ്പൽ ഷെയർ ചെയ്യാനായിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമുക്കും ആവശ്യമുണ്ട്. പക്ഷെ ഒരിക്കലും അവരെ വിധിച്ചോണ്ട് അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം പറയാനായിട്ടുള്ളത്, ഫൈൻഡ് കോമൺ ഗ്രൗണ്ട്. ഇത് പൊതുവായിട്ടുള്ള ചില മേഖലകൾ, നമ്മൾക്ക് നല്ല ബന്ധങ്ങൾ, അവർ അവിശ്വാസികളായിരിക്കുമ്പോൾ തന്നെ അവരുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയുന്ന കോമൺ ഇൻട്രസ്റ്റ്, കോമൺ ഹോബീസ്, കോമൺ വാല്യൂസ്, നമുക്ക് അതിൽ നമുക്ക് തുടങ്ങാനായിട്ട് കഴിയും. ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നമ്മുടെ സൗഹൃദത്തിന് ഇടാനായിട്ട് അവർക്കും നമുക്കും അംഗീകരിക്കാൻ കഴിയുന്ന പല കാര്യങ്ങളുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, കോവിഡ് കാലത്ത് അയൽക്കാർ മാത്രമായിരുന്നു ആകെ സൗഹൃദത്തിൽ നമുക്കുള്ളത്. അകലെയുള്ളവരുമായിട്ടൊന്നും അങ്ങനെ നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ അവരുമായിട്ട് കൃഷി സംബന്ധമായ കാര്യങ്ങളിലും മറ്റു പല കാര്യങ്ങളിലും നല്ല ആശയങ്ങൾ എപ്പോഴും പങ്കുവയ്ക്കും. അത് അന്യോന്യം സഹായിക്കാനും ഒക്കെ കാരണമായി തീർന്നു. അപ്പോൾ അതുകൊണ്ട് ചെടികൾ വളർത്തുന്നു. അടുത്ത വീട്ടുകാരുമായിട്ട് നല്ല ചെടി കിട്ടിയാൽ അവരുമായിട്ട് പങ്കുവയ്ക്കാം. അവരുടെ വീട്ടിൽ ചില നല്ല ചെടികൾ കിട്ടിയാൽ അവർ നമ്മളുമായിട്ട് പങ്കുവെക്കും. നല്ല ബന്ധം. ഞങ്ങൾ സ്ഥിരമായിട്ട്, എൻ്റെ വൈഫും മോനും ഒരാൾ ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്ക് ചെടി വളർത്താൻ നല്ല താല്പര്യമുണ്ട്. അവർ
അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യും അയൽക്കാരുമായിട്ട്. ബന്ധങ്ങളിൽ കോമൺ ഇൻട്രസ്റ്റ് ഉള്ളത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. മറ്റൊന്ന്, നമ്മുടെ വിശ്വാസം അത് അങ്ങനെ വളരെ സ്വാഭാവികമായിട്ട് പങ്കുവെക്കാം. മനഃപൂർവ്വമായിട്ട് വിശ്വാസം പങ്കുവെക്കാൻ വേണ്ടി നമ്മളൊരു ബന്ധം സ്ഥാപിച്ചതുപോലെ തോന്നാതെ നമ്മളുടെ വിശ്വാസം നമ്മൾ വളരെ വിലയേറിയതായിട്ട് കാണുന്നു എന്നുള്ളത് അതിന് അവരെ സംബന്ധിച്ചും വളരെ പ്രയോജനവും അത്യാവശ്യവുമാണെന്നുള്ള ബോധ്യത്തോടെ നമുക്ക് ജെന്യൂനായിട്ട് നമുക്ക് പങ്കുവെക്കാനായിട്ട് കഴിയണം. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ അവിശ്വാസികളുമായിട്ട് ബന്ധങ്ങൾ സൂക്ഷിക്കുമ്പോൾ മറ്റൊരു ടിപ്സ് പറയാനുള്ളത്, ബൗണ്ടറീസ് ഇല്ലെങ്കിൽ അതിർവരമ്പുകൾ നമ്മൾ സൂക്ഷിക്കാൻ ഒരിക്കലും മറന്നു പോകരുത്. നമ്മുടെ വിശ്വാസവുമായി കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബന്ധവും പാടില്ല. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ പറയാറുള്ളത് കോപ്പറേഷൻ വിത്തൗട്ട് കോംപ്രമൈസ് എന്ന് പറയും. നമുക്ക് കോപ്പറേറ്റ് ചെയ്യാൻ പല കാര്യത്തിൽ, ബട്ട് വിത്തൗട്ട് കോംപ്രമൈസിങ് ഓൺ അവർ ഫെയ്ത്ത്. വിശ്വാസത്തെ നമ്മൾ കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ബന്ധങ്ങളും സ്ഥാപിക്കാനായിട്ട് പോകരുത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. മറ്റൊന്ന്, അവസാനമായിട്ട് ആ കാര്യത്തിൽ ടിപ്പ് എന്ന നിലയിൽ പറയാനുള്ളത്, സീക്ക് സപ്പോർട്ട് ഓഫ് ബിലീവിങ് ഫ്രണ്ട്സ്. നമ്മളുടെ തന്നെ വിശ്വാസികളായ സുഹൃത്തുക്കളെ അവരുടെ സഹായത്തോടു കൂടി ഈ കാര്യം ചെയ്യാനായിട്ട് കഴിയും. ഞങ്ങളുടെ ഈ അയൽക്കാർക്ക് വേണ്ടി എല്ലാ വർഷവും തന്നെ ചില വർഷങ്ങളിൽ മുടങ്ങാറുണ്ട്. ഞങ്ങൾ ചില മീറ്റിങ്ങുകൾ ഗെറ്റ് ടുഗദർ പോലെ വെക്കാറുണ്ട്. അതിൽ ഞങ്ങൾ കുടുംബമായിട്ടാണ് അവരെ ക്ഷണിക്കുന്നെങ്കിലും നമ്മുടെ കൂടെയുള്ള സഭയിലുള്ള മറ്റ് സഹോദരങ്ങളെയും കൂടെ ചേർത്ത് ആണ് പലപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ അവരുടെ സപ്പോർട്ടോടുകൂടി, അതുപോലെ ഈ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ നല്ല ആശയങ്ങൾ നമ്മുടെ ബിലീവിങ് ഫ്രണ്ട്സിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും. ഇതൊക്കെ നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കാൻ ഇതുപോലെ പല ടിപ്സും നിങ്ങൾക്ക് ഉപയോഗിക്കാം, പങ്കുവയ്ക്കാം, അത് പ്രയോജനപ്പെടുത്താം. ഇതോടൊപ്പം ചേർത്ത് പറയാനായിട്ട് ചിന്തിക്കുന്ന മറ്റൊരു കാര്യം, ഇതിന്റെ ബെനിഫിറ്റ്സ് ആണ്. എന്താണ് നല്ല സൗഹൃദങ്ങൾ, അല്ലെങ്കിൽ മറ്റു വിശ്വാസങ്ങളിലുള്ള ആൾക്കാരുമായിട്ട് അങ്ങനെ നല്ല ബന്ധങ്ങൾ സൂക്ഷിക്കുന്നതുകൊണ്ട് ബെനിഫിറ്റ്സ് എന്താണ്? ചിലത് മാത്രം ഞാൻ വേഗത്തിൽ ബ്രോഡായിട്ട് മാത്രം പറയാം. ഒന്ന്, നമുക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ സുവിശേഷം പങ്കുവയ്ക്കാനുള്ള അവസരമാണ്. വിറ്റ്നസിങ് ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് നമ്മൾ ഇതിനെ കാണും. രണ്ടാമത്, കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ അവിശ്വാസികളായിട്ടുള്ള ആൾക്കാരുമായിട്ട് നല്ല സൗഹൃദം വെക്കുമ്പോൾ അവരെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ നമുക്ക് അവരുടെ വിശ്വാസത്തിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. അവരുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടെങ്കിൽ അവർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനായിട്ട് കഴിയും. അവരെ പ്രൊവോക്ക് ചെയ്യാതെ അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ കൂടുതൽ കൺസിഡറേറ്റ് ആയിട്ട് പിന്നീട് നമുക്ക് അവരോട് പറയാനായിട്ട് കഴിയും. സോ കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ മറ്റു വിശ്വാസികളുടെ അവരുടെ പശ്ചാത്തലങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ നല്ല സൗഹൃദങ്ങൾ പ്രയോജനം. മൂന്നാമതായിട്ട്, പേഴ്സണൽ ഗ്രോത്ത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നല്ല സൗഹൃദങ്ങൾ കൊണ്ട് നമുക്ക് വ്യക്തിപരമായിട്ട് വളരുവാനായിട്ട് കഴിയും. ഞാൻ പൊതുവിൽ വിശദീകരണമില്ലാതെ ഈ വിഷയങ്ങൾ അങ്ങ് പങ്കുവെച്ചതാണ്. ഇനി ഇതോടൊപ്പം ചേർത്ത് പറയാനുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. സൗഹൃദങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ ചലഞ്ചസ് ഉണ്ട്, ഇല്ലെങ്കിൽ ചില കൺസിഡറേഷൻസ് നമ്മൾ നടത്തേണ്ടത്. ചില വെല്ലുവിളികൾ എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. അതായത് നമ്മൾ മറ്റു വിശ്വാസമുള്ളവരുമായിട്ട് സൗഹൃദങ്ങൾ സ്ഥാപിക്കുമ്പോൾ ഒരു പിയർ പ്രഷറിനുള്ള സാധ്യതയുണ്ട്, ഇല്ലേ? നമ്മുടെ സമപ്രായക്കാരായ മനുഷ്യര് നമ്മെ ചിലപ്പോൾ അവരുടെ വിശ്വാസത്തിലേക്ക് സ്വാധീനിക്കാനും അവരുടെ രീതികളിലേക്ക്, അവരുടെ ജീവിത ശൈലികളിലേക്കൊക്കെ അങ്ങനെ സ്വാധീനിക്കാൻ, തെറ്റായ സ്വാധീനം, നല്ല സ്വാധീനമാണെങ്കിൽ ഒരു കുഴപ്പമില്ല, തെറ്റായ സ്വാധീനങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ ഡിഫറെന്റ് വാല്യൂസ്, അവരുടെ വാല്യൂ നമ്മുടെ വാല്യൂവും വ്യത്യാസവും പല കാര്യത്തിലും. നമുക്കറിയാം, ടാക്സ് എങ്ങനെ കൊടുക്കാതിരിക്കാമെന്നാണ് അവിശ്വാസികൾ നിൽക്കുന്നത്. അതിനുള്ള എല്ലാ കുറുക്കോടികളും എത്തും. എന്നാൽ ടാക്സ് കൊടുത്ത് എങ്ങനെ നമുക്ക് ജീവിക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓരോ വിഷയത്തിലും ആ വ്യത്യാസമുണ്ട്. അവരെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, മറ്റാൾക്കാർ കാണാതെയാണെങ്കിൽ അറിയാതെയാണെങ്കിൽ എന്ത് കൈക്കൂലിയും അഴിമതിയൊക്കെ കാണിക്കാം. നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല. അതുകൊണ്ട് നല്ല സൗഹൃദങ്ങൾക്ക് പോയിട്ട് നമ്മുടെ മൂല്യങ്ങളിൽ നഷ്ടം വരാനായിട്ട് ഇടവരുത്. മാത്രമല്ല, നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യം, ഇവാഞ്ചലിസം വേഴ്സസ് ഫ്രണ്ട്ഷിപ്പ്. ഇവാഞ്ചലിസം, സുവിശേഷീകരണവും സൗഹൃദവും അത് പ്രയോജനകരമായി ഇതിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് അപകടം വരരുത്. എല്ലാ സൗഹൃദങ്ങളിലും സുവിശേഷം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും സുവിശേഷീകരണത്തിന് അപകടമായ നിലയിൽ സൗഹൃദങ്ങൾ വളരാതെ സൂക്ഷിക്കണം. ഇത് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും. ഇങ്ങനെ ഇത് ഒക്കെ പരിധികൾ, ഇല്ലെങ്കിൽ അതിർവരമ്പുകളെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അതിന് ഏറ്റവും നല്ല വേദഭാഗം എന്ന് പറഞ്ഞ് നമുക്കറിയാവുന്നത് 2 കൊരിന്ത്യർ 6-ാം അധ്യായം 14-ാം വാക്യം മുതൽ 7-ാം അധ്യായത്തിന്റെ 1 വരെയുള്ള വാക്യങ്ങളാണ്. ഇതൊക്കെ പരിചയമായ വേദഭാഗങ്ങളായതുകൊണ്ട് വിശദമായ വായന ആവശ്യമില്ല. 2 കൊരിന്ത്യർ 6-ന്റെ 14 മുതൽ 7-ാം അധ്യായത്തിന്റെ 1 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ തുടങ്ങുന്നത് തന്നെ, നിങ്ങൾ അവിശ്വാസികളുമായി ഇണയല്ല പിണ കൂടരുത് എന്നുള്ളതാണ്. അവിശ്വാസികൾ തുടർന്ന് അതിന്റെ വിശദീകരണമൊക്കെ വരുന്നുണ്ട്. 17-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ പറഞ്ഞത്, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ
ഇത് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മൾ ചില പരിമിതികൾ സൂക്ഷിക്കണം. ഇതിന്റെ എക്സ്ട്രീംസിലേക്ക് പോകാതിരുന്നാൽ മതി. ഇത് സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇണയല്ലാ പിണ കൊണ്ട് യു ഷുഡ് നോട്ട് ബി അൺഈക്വലി യോക്ഡ് ആകാതിരുന്നാൽ മതി. സൗഹൃദങ്ങളാകാം. നമുക്ക് തെറ്റായ സ്വാധീനങ്ങൾ വരാതെ നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഈ വാക്യം ഇങ്ങനെ ഉള്ളത് കൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് വേർപെട്ടിരിപ്പിൻ എന്നുള്ളത് കൊണ്ട് അതിന്റെ ചില തെറ്റായ എക്സ്ട്രീംസിലേക്ക് പോകും. സമയം അനുവദിക്കുന്നെങ്കിൽ ഞാൻ അതിനെക്കുറിച്ചും ചില കാര്യങ്ങൾ മാത്രം പറയാം. യൂദയുടെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പിൻ. അതോടൊപ്പം പറയുന്നത്, ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിക്കും. അപ്പോൾ ആൾക്കാരുടെ മറ്റു വിശ്വാസത്തിലുള്ളവരെ നമ്മളെ സ്വാധീനിക്കുമെന്ന് പേടിച്ച് അവരെ രക്ഷിക്കാനായിട്ട് ഇറങ്ങണ്ട എന്നല്ല, രക്ഷിക്കണം, തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കണം. എന്നാൽ അങ്ങനെ ജഡത്താൽ കറ പിടിച്ച അങ്കി പകച്ചുകൊണ്ടായിരിക്കണം നമ്മളത്. അവരുടെ ജഡികമായ കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കാതിരിക്കണം. നമുക്ക് ചിലർക്ക് അങ്ങനെ വരാതെ ആവശ്യമായ ഭയം നമുക്ക് ഈ വിഷയത്തിൽ വേണം. എന്നാൽ അതിന് മധ്യത്തിലും കരുണ കാണിക്കാനായിട്ട് മറന്നു പോകരുത്. അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിക്കണം. അതൊരിക്കലും സൗഹൃദങ്ങൾ സ്ഥാപിക്കുന്നതിന് തടസ്സമല്ല, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ്. നമുക്ക് അറിയാവുന്ന വെസ്ലി എൽ ഡ്യുവൽ അദ്ദേഹത്തിന്റെ പുസ്തകത്തില് ദൈവാനുസൃതമായ ജീവിത ക്രമീകരണം എന്ന് പറയുന്നൊരു പുസ്തകം, മെഷർ യുവർ ലൈഫ് എന്ന് പറയുന്ന പുസ്തകം, അതില് ഈ മുഴു ലോകത്തോടുള്ള സ്നേഹത്തെക്കുറിച്ച് എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്. ഇല്ലേല് അവിശ്വാസികളായിട്ടുള്ള മനുഷ്യരോടുള്ള ദൈവസ്നേഹം പങ്കുവെക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം വളരെ വിശദമായിട്ട് പറഞ്ഞു. ഞാൻ റെഫറിങ് ഇറ്റ് ഫോർ യുവർ റീഡിങ്. നല്ല മനോഹരമായ ഒരു പുസ്തകമാണ്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ മെഷർ ചെയ്യാൻ പല പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു കാര്യം ഈ അങ്ങനെ പുറം ലോകത്തോട് ഇല്ലെങ്കിൽ അവിശ്വാസികളായ മനുഷ്യരോട് ദൈവസ്നേഹം പങ്കുവെക്കുന്നതിനെ കുറിച്ചാണ്. അദ്ദേഹം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഹെൻറി മൂർഹൗസിന്റെയും DL മൂഡിയുടെ ഒക്കെ ജീവിതത്തെ സ്വാധീനിച്ചതുപോലെ ഇദ്ദേഹത്തെയും അത് വളരെ സ്വാധീനിച്ചതായിട്ട് വിശദീകരിക്കുന്നുണ്ട്. മാത്രമല്ല, ലോകത്തിന് ജീവൻ നൽകാൻ കർത്താവായ യേശുക്രിസ്തു വന്നു, താൻ തന്നെ നൽകി. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിലെ 6-ാം അധ്യായം 33-ാം വാക്യം അതൊക്കെ താൻ അവിടെ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ 8-ാം അധ്യായം 12-ാം വാക്യം അവൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന് പറഞ്ഞു. നമ്മളോടും ലോകത്തിന് വെളിച്ചമായിട്ടിരിക്കാനായിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഈ അതിർവരമ്പുകൾ, അവിശ്വാസികളുമായി ഇണയല്ലപ്പിണ കൂടരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് അവരിൽ നിന്നൊരു ഐസൊലേഷൻ അല്ല, സെപ്പറേഷനാണ്. അവരിൽ നിന്ന് മാറി നിൽക്കുക, വിട്ടു നിൽക്കുക എന്നല്ല, അവരുമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് ബന്ധങ്ങൾ സ്ഥാപിക്കുകയാണ്. അപ്പോൾ ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് എ ലൈഫ് ഓഫ് ഐസൊലേഷൻ, ബട്ട് ഇറ്റ്സ് എ ലൈഫ് ഓഫ് സെപ്പറേഷൻ എന്ന് പറയാം. ലോകത്തിന്റെ മാലിന്യങ്ങൾ നമ്മളെ പറ്റാതെ സൂക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. ലോകക്കാരെ അകറ്റി നിർത്തുക, അവരെ വെറുക്കുക എന്നൊരിക്കലും പറഞ്ഞില്ല. ലോകസ്നേഹത്തെ അങ്ങനെ യോഹന്നാന്റെ ലേഖനത്തിൽ അത് ദൈവത്തോടുള്ള ശത്രുത്വമാക്കണം എന്ന് പറഞ്ഞപ്പോൾ ലോകത്തിന്റെ ജഡാഭിലാഷങ്ങളെയാണ്, മനുഷ്യരെ കുറിച്ചല്ല അവിടെ പറയുന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ വായിക്കാൻ വളരെ പ്രയോജനമുള്ള പുസ്തകമാണ് അബ്ലൈസ് ഫോർ ഗോഡ്. നമുക്കറിയാമല്ലോ, ദൈവത്തിനായി പ്രോജ്വലിക്കുക എന്ന് പറയുന്ന പുസ്തകത്തില് രക്ഷിക്കപ്പെടാത്തവരോടുള്ള നിങ്ങളുടെ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ ആ സ്നേഹം എന്ന് പറഞ്ഞാൽ അഗപ്പേ ലവ്, ലേല് അഗാപ്പേ സ്നേഹം, അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകക്കാരെ സ്നേഹിക്കുവാൻ, അങ്ങനെ നിസ്വാർത്ഥമായി നിഷ്കളങ്കമായി വ്യവസ്ഥ കൂടാതെ സ്നേഹിക്കുവാനായിട്ട് കഴിയൂ എന്നുള്ളത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതുകൊണ്ട് ഈ പറഞ്ഞ പശ്ചാത്തലത്തിൽ നല്ല സൗഹൃദങ്ങൾ നമുക്ക് സ്ഥാപിക്കാം, എന്നാൽ സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അപകടം ഞാൻ നേരത്തെ പറഞ്ഞു, ചില എക്സ്ട്രീംസിനെ കുറിച്ച് പറഞ്ഞു. ഒരു എക്സ്ട്രീം എന്ന് പറയുന്നത് വിശ്വാസികളും മാത്രമുള്ള സൗഹൃദങ്ങൾ, വിശ്വാസികളായിട്ട് മാത്രം. ചിലരങ്ങനെയാണ്, അവിശ്വാസികളുമായിട്ട് യാതൊരു സൗഹൃദവും അല്ല. ഇങ്ങനെ ചില വാക്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷെ അതൊരു കംഫർട്ട് സോൺ ആണെന്ന് ഞാൻ പറയും. പത്രോസ് അപ്പോസ്തലൻ മറുരൂപമലയിൽ ആയിരുന്നപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നാം ഇവിടെ ആയിരിക്കും നല്ലത്, 3 കുടിലുണ്ടാക്കാന്ന് പറഞ്ഞു. കാരണം ആൾക്കാരുടെ ഇടയിലോട്ട് ഇറങ്ങി പോകുന്നതല്ല, അവരൊരു കംഫർട്ട് സോണിൽ ഇരിക്കാനായിട്ട് തോന്നി. കർത്താവ് അത് അപ്പോൾ തന്നെ തിരുത്തി. തൊട്ടു പുറകെ കർത്താവ് മലയിൽ താഴെ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മറ്റൊരു എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ അവിശ്വാസികളുമായിട്ട് മാത്രം ഫ്രണ്ട്ഷിപ്പ്. നല്ല വിശ്വാസികളുടെ ആൾക്കാരുമായിട്ട് ഒന്നും ഫ്രണ്ട്ഷിപ്പ് ഇല്ല, എന്നാൽ അവിശ്വാസികളുടെ മധ്യത്തിൽ വളരെ ഫ്രണ്ട്ഷിപ്പാണ്. സ്റ്റുഡൻസ് അവരുടെ വിദ്യാർത്ഥി കാലത്തിലും അല്ലാതെ ജോലി സ്ഥലത്തൊക്കെ നല്ല സൗഹൃദങ്ങളുണ്ട്. വിശ്വാസികളുമായിട്ട് യാതൊരു സൗഹൃദവും കാര്യമായിട്ട്. മൂന്നാമത്തെ ഒരു എക്സ്ട്രീം എന്ന് പറയുന്നത് അവിശ്വാസികളുമായി ഇണയല്ലാപ്പിണ കൂടി അവരുടെ വിശ്വാസ ജീവിതം അങ്ങനെ തകർന്നു പോകുന്നു.
അതും വലിയ പ്രശ്നമാണ്. ചില പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ പോകും, പാർട്ണർഷിപ്പ് കൃഷിയിൽ പോകും, അവിശ്വാസികളുമായി അങ്ങനെ ഇണയല്ലാപ്പിണ കൂടി അവരുടെ വിശ്വാസ ജീവിതവും തകർന്നു പോകുന്നത്. ഇത് മൂന്നും അങ്ങനെ ഒരു എക്സ്ട്രീംസ് ആണ്. നമ്മളെക്കുറിച്ച് ഒരിക്കലും ദൈവം ആ രീതിയിൽ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് അവിശ്വാസികളുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ബൗണ്ടറികൾ നമുക്ക് സൂക്ഷിക്കാം. ഞാൻ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ ഒരു 2 വർഷത്തിനുള്ളിൽ വളരെ പ്രശ്നക്കാരനായ ഒരു മനുഷ്യൻ, വിശ്വാസിയായിരുന്നു, എന്നാൽ അങ്ങനെ വളരെ വിശ്വാസിയാണോ എന്ന് പിന്നീട് സംശയിക്കുമാറ് പരിചയപ്പെട്ട ഒരു വ്യക്തി. അദ്ദേഹവുമായി അങ്ങനെ കോംപ്രമൈസ് ഇല്ലാതെ അദ്ദേഹവുമായിട്ട് അതേസമയം വളരെ സമയം ചെലവഴിക്കുക, നല്ലൊരു സൗഹൃദ ബന്ധത്തിലേക്ക് വന്നതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇന്ന് അദ്ദേഹം വളരെ പ്രയോജനമുള്ള ഒരു വ്യക്തിയായി മാറി. മാത്രമല്ല കർത്താവിന്റെ വേലയിൽ പോലും ചില സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് പ്രയോജനമായി തീർന്ന ഒരു വ്യക്തിയായിട്ട് മാറി. നല്ലൊരു ചെറുപ്പക്കാരൻ. അതുപോലെ പറയാനായിട്ട് പല പല ഓർമ്മകൾ മനസ്സിൽ വരുന്നുണ്ട്. ചില കുടുംബം ഒരിക്കലും അങ്ങനെ വിശ്വാസത്തിലേക്ക് വരുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ലായിരുന്നു. എന്നാൽ അവരുടെ ദയനീയ അവസ്ഥയിൽ അവരോട് മനസ്സലിവ് കാണിക്കാനായിട്ട് ദൈവം അവസരം തന്നു. ഇന്ന് അവര് വളരെ പ്രയോജനമുള്ള ഒരു കുടുംബമായി. എത്രത്തോളം അങ്ങനെ ഫുള്ളി വേർപെട്ട് വന്നു എന്ന് പറയാറായില്ല, എങ്കിലും കർത്താവിന്റെ സഭയോടും വേലയോടും ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബമായിട്ട് മാറി. ഇതുപോലെ പറയുവാനായിട്ട് ഒരു ക്യാൻസർ പേഷ്യന്റിനെ വളരെ നിസ്വാർത്ഥമായിട്ട് സഹായിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. ഇന്ന് തിരുവനന്തപുരം ജില്ലയുടെ ചില ഭാഗങ്ങളിലേക്ക് സുവിശേഷവുമായിട്ട് പോകാൻ ആ ബന്ധം കാരണമായി തീർന്നു. അപ്പൊ ഞാൻ പറയുന്നത്, നമുക്ക് നല്ല സൗഹൃദങ്ങൾ സൂക്ഷിക്കാം. വിശ്വാസം നമുക്ക് വളരെ വ്യക്തമായി സൂക്ഷിക്കണം, കോംപ്രമൈസ് ചെയ്യരുത്. എന്നാൽ നല്ല ബന്ധങ്ങൾ. അപ്പം ദൈവത്തിന്റെ നമ്മളോടുള്ള കൽപ്പന അതാണ്. കർത്താവായ യേശുക്രിസ്തു കാണിച്ചത് മാതൃക അതാണ്. അപ്പസ്തോലന്മാർ പിൻപറ്റിയത് അതാണ്. മനുഷ്യരെ പിടിക്കുന്നവരായി നമുക്കും മനുഷ്യരുമായി നല്ല സൗഹൃദങ്ങൾ, നല്ല ബന്ധങ്ങൾ ആവശ്യമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ നിലയിൽ കർത്താവിന് വേണ്ടി നമുക്ക് കർത്താവിന്റെ മഹത്വത്തിനായിട്ട് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ശുശ്രൂഷ നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് ചെയ്യാം. അത് കുടുംബത്തിൽ ആരംഭിക്കാം, അയൽക്കാരിലേക്ക് പകരാം, സഭയിൽ പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് വലിയ സമൂഹത്തിൽ പ്രയോജനമുള്ളവരായിട്ട് നിൽക്കാം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് വളരെ പ്രയോജനകരമായിട്ടുള്ള ചിന്തകളാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ക്രിസ്തീയ സൗഹൃദത്തെ കുറിച്ച്, വിശ്വാസവും സുഹൃത്ത് ബന്ധങ്ങളും നമ്മള് സംസാരം വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മളോട് സംസാരിച്ചു. ചിന്തകൾ വളരെ പ്രയോജനകരമായിരുന്നു. നമ്മളുടെ ഒരു പൊതുവിശ്വാസം സൂക്ഷിക്കുന്ന ആളുകളാണ് നാം എന്നുള്ളത് നമ്മൾ അതിനെ കുറിച്ച് മനസ്സിലാക്കി. അതിന്റെ അനിവാര്യതയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അതുപോലെ തന്നെ അതിന്റെ ഏതൊരു ക്രിസ്തീയ ബന്ധത്തിന്റെയും സുഹൃത്ത് ബന്ധങ്ങളുടെ ഹൃദയം അത് സ്നേഹമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ വിശ്വാസത്തിന് പുറത്തുള്ളവരുമായിട്ടുള്ള സൗഹൃദങ്ങളിൽ നമ്മൾ സൂക്ഷിക്കേണ്ട അതിർവരമ്പുകൾ എന്താണ്, അല്ലെങ്കിൽ അതിന്റെ വെല്ലുവിളികൾ എന്താണ്, അതിന്റെ സാധ്യതകൾ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. അതുപോലെ തന്നെ കർത്താവ് അങ്ങനെ ഹൃദയം നിറയെ സ്നേഹവുമായി മറ്റുള്ളവരെ ശുശ്രൂഷിച്ച ഒരു ആളായിരുന്നു കർത്താവ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിച്ചത്. തന്റെ പരിശുദ്ധ ശുശ്രൂഷയിലൊക്കെ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നിസ്വാർത്ഥമായിട്ട്, നിരുപാധികമായിട്ട് കർത്താവ് സ്നേഹിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. കർത്താവ് മറ്റുള്ളവരോട് ക്ഷമിക്കുകയും അതുപോലെ കരുണയോടെ, മനസ്സലിവോടെ ഇടപെട്ടു. ശിഷ്യന്മാരുടെ ഇടയിലും അതുപോലെ താന് ബന്ധപ്പെട്ട ആളുകളോടൊക്കെ വളരെ സ്നേഹത്തോടെ അവർ തിരുത്തി, അവർ വിശ്വാസത്തിലെടുത്തു. അങ്ങനെ തന്റെ ആ ഒരു സൗഹൃദ വലയം, അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു സൗഹൃദ വലയം കർത്താവിനുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. കർത്താവിന്റെ സൗഹൃദം നമുക്കൊരു മാതൃകയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. നമുക്ക് കർത്താവ് സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനും അല്ലെങ്കിൽ അതുപോലെ സൗഹൃദം നിലനിർത്താനും സാധിക്കണം എന്നാണ് ഒരു ആഹ്വാനമായിട്ട് നമ്മൾ മനസ്സിലാക്കിയത്. തീർച്ചയായിട്ടും ഈ ചിന്തകൾ നമുക്ക് വളരെ പ്രയോജനകരമായിരുന്നു. സഭയോടുള്ള നന്ദി അറിയിക്കുന്നു.